Yes, good evening. Last session was on membership, we completed. So today we are taking a part, ഒരു particular part ആണ് എടുക്കുന്നത്. Chapter 6, lesson 6, debt instruments എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അത്ര ഇൻട്രസ്റ്റിങ്ങോ അല്ല, അത്ര റിലവൻ്റ് അല്ല ഡിബഞ്ചർ എന്നൊക്കെ പറയുന്നത്. സോ വി വിൽ ലീവ് ദാറ്റ് പാർട്ട്. ആൻഡ് അതിൻ്റെ അകത്ത് ആ ചാപ്റ്ററിൻ്റെ അകത്ത് പൊതുവേ കുട്ടികൾ പഠിക്കാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണ്. അതിൻ്റെ അകത്തൊരു പാർട്ട് ബി ഉണ്ട്. സോ വി ആർ ഇൻ ലെസൺ 6 പാർട്ട് ബി വിച്ച് ഡീൽസ് വിത്ത് കമ്പനി ഡെപ്പോസിറ്റ്സ്. പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, പുതിയ കുട്ടികൾ പഠിക്കാത്തൊരു ഏരിയ ആണ്, കുറച്ച് ടഫാണെന്ന് പലരും വിചാരിക്കുന്ന ഏരിയ. അത് കൺസെപ്റ്റ് മനസ്സിലാവാനിട്ടാണ് കൂടുതലും. അത് നമുക്ക് ഇന്ന് തീർക്കാം. സോ ബാക്കിയുള്ള ഏരിയ നമുക്ക് വിടാം. നമ്മൾ കുറച്ചൊക്കെ അവിടെ ഇവിടെ കാണാൻ ഇന്നുവരെ നമ്മളൊന്നും സെലക്റ്റീവായിട്ട് നോക്കിയിട്ടില്ല. കുറച്ചൊക്കെ പാർട്ടിയിൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് സ്കിപ്പ് ചെയ്യുന്ന തെറ്റില്ല. സോ ഇത് പഠിക്കാതിരിക്കരുത്, ബിക്കോസ് പൊതുവേ ഈ ഒരു ഡ്രൈ ഏരിയ ആണ് ഈ പാർട്ട് എ. അപ്പോൾ പൊതുവെ കുട്ടികൾ അതങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കമ്പനി ഡെപ്പോസിറ്റ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളത് വിടാൻ പാടില്ല. സോ ഇന്ന് എടുക്കാൻ പോകുന്നത് ലെസൺ 6 പാർട്ട് ബി കമ്പനി ഡെപ്പോസിറ്റ്സ് ആണ്. കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു ഏരിയ ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു അറ്റൻഡ് വെരി കെയർഫുള്ളി ആൻഡ് പ്രിഫറബിളി എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഇന്ന് രാത്രിയോ നാളെ കൊണ്ടൊന്ന് പഠിക്കാം. സോ ദാറ്റ് തറവാവും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചില ചാപ്റ്റേഴ്സ് പൊതുവേ കുട്ടികൾ പഠിക്കാത്തത്, അത്തരം ചാപ്റ്റേഴ്സ് നിങ്ങൾ കുറച്ചുകൂടി പഠിച്ചു കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സാമിനറിന് ആൻസർ കാണുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി മാർക്ക് ഇടാനായിട്ടുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. സോ ഇത്തരം കാര്യങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നാളത്തെ അതുപോലെ മിസ് ചെയ്യരുത്. നാളെ ചാർജാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അറിയാലോ, പാർട്ട് എയുടെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, എല്ലാം കമ്പാർട്ട്മെൻ്റാണ്. ഓരോ ചാപ്റ്ററും ഓരോ ഏരിയയാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമാണ്. സെക്ഷൻസ് വളരെ കുറവാണ്. എല്ലാ ചാപ്റ്ററിലും 1-2 സെക്ഷൻസേ ഉള്ളൂ. പാർട്ട് ബി പോലത്തെ ഒരു പ്രശ്നമില്ല. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം, പാർട്ട് ബി എക്കാട്ടിലും കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അത് പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാൻ കാര്യം. കാരണം ആ ഒരു സിസ്റ്റം ഒക്കെ മനസ്സിലായി. കമ്പനി ഡെപ്പോസിറ്റ്സ് വളരെ യുണീക്കായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പൊതുവെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ പഠിക്കാത്തതിന് കാരണം ഇതിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയും എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, ഇതൊക്കെയാണ് സാധാരണ കുട്ടികൾ പറയുന്നത്. പക്ഷെ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിനിങ്ങിനും അതുപോലെ പ്രാക്ടിക്കലിയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് ഭയങ്കര ഉപയോഗപ്പെടുന്ന ഒരു ഏരിയ ആണ്. സോ ഈ കമ്പനി ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഒരുപാട് പൈസ ആവശ്യമുണ്ട്. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനും കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാൻസിനും കമ്പനിക്ക് പുതിയ പ്രോജക്ട്സും മെഷീനറീസ് മേടിക്കാനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും ഒക്കെ ഇഷ്ടംപോലെ പൈസ ആവശ്യമുണ്ട് എല്ലാ കമ്പനികൾക്കും. അപ്പോൾ അത്തരത്തിൽ കമ്പനിക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് ഫണ്ട് റേസ് ചെയ്യാനായിട്ട്. അതിലേറ്റവും നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു സോഴ്സാണ് പബ്ലിക് ഇഷ്യൂന് പോവുക. അത് പക്ഷേ വലിയൊരു പ്രോസസ്സാണ്, അറിയാമല്ലോ. IPOക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബിയിൽ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഉണ്ടാക്കി, അത് ഒത്തിരി എലോബറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും അതിനൊക്കെ പുറമെ കമ്പനിക്ക് എത്രത്തോളം ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള എലിജിബിലിറ്റി നോംസ് ഒക്കെ ഉണ്ട്. LODR റെഗുലേഷൻസിലെ അല്ലെങ്കിൽ ICDR റെഗുലേഷൻസിലെ കാര്യങ്ങളെല്ലാം കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അത് പൊതുവെ വളരെ വലിയ കമ്പനികൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒത്തിരിത്തോളം ക്യാപിറ്റൽ ബേസും അത്രത്തോളം ടേൺ ഓവറും അത്രത്തോളം പ്രോഫിറ്റബിൾ കമ്പനിക്ക് മാത്രമേ ഇനിഷ്യൽ പബ്ലിക് ഓഫർ അഥവാ IPOക്ക് പോകാൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഡെറ്റ് ക്യാപിറ്റലിൽ പോവാം. മറ്റത് ഇക്വിറ്റി ക്യാപിറ്റലാണല്ലോ IPO. ഇത് വന്നിട്ട് ഡെറ്റ് ക്യാപിറ്റലിൽ പോവാം. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ. പക്ഷേ ഇപ്പോൾ ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടിക്കലി ഒക്കെ മാർക്കറ്റിൽ പ്രൊഫഷണലും അറിയാം, ഡിബഞ്ചർ ഒരു ഔട്ട്ഡേറ്റഡ്, ആരും അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അല്ല ഡിബഞ്ചർ. അപ്പോൾ അതിന് പുതിയ ഒരു ഇൻവെസ്റ്റേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്, റിട്ടേൺ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് കുറവാണ്. മൂന്നാമത് ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് ലോൺ എടുക്കാം. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ഒരുപാട് ബാങ്കുകളുണ്ട്, പൊതുമേഖലാ ബാങ്കുകൾ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി കൊടുക്കണം. വലിയൊരു എത്രത്തോളം സെക്യൂരിറ്റിയൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും പ്ലസും മൈനസും ഉണ്ട്. അതുപോലെ കമ്പനികൾക്കുള്ള മറ്റൊരു ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. പൊതുവേ നിങ്ങൾ NBFCസിയുടെയൊക്കെ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്, ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ നിങ്ങൾ കാണാറുണ്ട്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NBFCയെ കുറിച്ചല്ല. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാ കമേഴ്സ്യൽ കമ്പനിയെ കുറിച്ചാണ്. കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാധാ കമ്പനികൾക്ക് പോലും പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. ഇതാണ് ഞാൻ പറയുന്നത്, ഒരു ഗ്രേ ഏരിയയാണ്. ഇങ്ങനെ ഒരു ഏരിയ ഉള്ളതായിട്ട് ചിലപ്പോൾ കമ്പനികൾക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്പനികൾക്ക് പോലും. പക്ഷെ അതൊരു ഓപ്ഷനാണ്. പക്ഷെ അതിന് ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കമ്പനികൾക്ക് അത് പറ്റും. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ
ആശയപരമായിട്ട് പറഞ്ഞാൽ കമ്പനി ഡെപ്പോസിറ്റ് ഈസ് an another സോഴ്സ് ടു ഗെറ്റ് ഫണ്ട്സ് ഫ്രം ദ പബ്ലിക് ഓർ ഔഗ്മെന്റ് ക്യാപിറ്റൽ, ഹ്യൂജ് മണി. ക്യാപിറ്റൽ എന്ന് പറയാനായിട്ട് ഹ്യൂജ് മണി. ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ടു റീപേ ദാറ്റ് വിത്ത് ഇൻട്രസ്റ്റ്. അതൊക്കെ തിരിച്ച് കറക്റ്റായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ, കമ്പനിയുടെ എക്സ്പാൻഷനും ഒക്കെ ഫണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ് കമ്പനി ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ജനങ്ങളിൽ നിന്നും പൈസ സ്വീകരിക്കുന്ന ഏത് നിയമമായാലും, IPO കേസിലായാലും അതുപോലെ തന്നെ ഡിബഞ്ചർ ആയാലും അതുപോലെ ഡെപ്പോസിറ്റ് ആയാലും പൊതുവെ ലോ വളരെ സ്ട്രിഞ്ചർ ആയിരിക്കും. കാരണം ജനങ്ങളുടെ പൈസ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല. ഒരുപാട് ഫോംസ് ഫയൽ ചെയ്യാൻ കാണും, റെസൊല്യൂഷൻസ് പാസ്സാക്കാൻ കാണും. സോ ആയിട്ടും കുറച്ചൊരു സ്ട്രിഞ്ചർ ആയിരിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ സ്ട്രിഞ്ചറാണ്. ഇവിടെ IPOക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ സെബിയുടെ കംപ്ലയൻസ്, സെബി ലോയുടെ കംപ്ലയൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ RBIയുടെ പൈസ ആയതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കംപ്ലയൻസും കൂടെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ബേസിക്കലി വേറൊരു ആംഗിളിലാണ്. എന്താണ് ഡെപ്പോസിറ്റ് എന്നാണ് നമ്മൾ ബേസിക്കലി പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ഏതൊക്കെ കമ്പനികൾക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം, ആരിന്ന് സ്വീകരിക്കാം, എത്ര കാലയളവിൽ സ്വീകരിക്കാം, അതിന് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങളുള്ളത്, എപ്പോൾ തിരിച്ചു കൊടുക്കണം, ഇൻട്രസ്റ്റ് എത്ര ചാർജ്, ഇങ്ങനെ നമ്മളൊരു വേറൊരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ആംഗിളിലാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ വേറൊരു RBI കംപ്ലയൻസും അങ്ങനത്തെ കാര്യങ്ങളല്ല കൂടുതൽ നോക്കുന്നത്. എന്തായാലും ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ചാപ്റ്ററാണ്. കൂടുതലുള്ള ബാച്ചിൽ അത് കവർ ചെയ്തപ്പോൾ അവർക്ക് അതേ അനുഭവമായിരുന്നു. നല്ലൊരു എന്താണ്, നമ്മൾ പുതിയത് പഠിക്കുമ്പോൾ അറിയാലോ, യു സ്റ്റഡി ന്യൂ തിങ്സ്, ഇറ്റ്സ് ഓൾവേസ് ഇന്നോവേറ്റീവ്. ഇതാണ് കമ്പനി ഡെപ്പോസിറ്റ്സ്. ഇതിൽ ഒരു ഏരിയ പഠിച്ച് പറയേണ്ടി വരും, ഞാൻ ലാസ്റ്റ് സമയം തരാം. ഡെഫിനിഷൻ ബേസിക്കലി. അപ്പോൾ ഇതാണ് കമ്പനി ഡെപ്പോസിറ്റ്സ്. ഈ കമ്പനി ഡെപ്പോസിറ്റ്സ് ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുന്നത് വേറൊന്നും വിചാരിക്കരുത്. കാരണം ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നല്ലൊരു ശതമാനം വിട്ട് പഠിക്കുന്നുണ്ട് തന്നെ നമ്മളിത് പഠിച്ചാൽ. ഇപ്പോൾ സൗമ്യ ആയാലും പ്രദീപ് ആയാലും അതുപോലെ ആദിത്യായാലും ഇനി ക്ലാസ് കേൾക്കാൻ പോകുന്ന സഞ്ജു ആയാലും നന്ദിനി ആയാലും ആരായാലും ഇത് കുറച്ചൊരു അട്രാക്റ്റീവ്. ഇപ്പോൾ ഞാനൊരു വാല്യൂ ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചു, ഒരു 30-40 പേജ് അല്ലെങ്കിൽ പേപ്പറിന് വാല്യൂ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒരു 1-2 പേപ്പറിൽ മാത്രം ഇതിൻ്റെ ആൻസർ കാണുമ്പോൾ പൊതുവെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ മാർക്ക് ഫെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ടേക്ക് ഇറ്റ് ഇസ് എ ടൂൾ, ഇതൊരു ഭാഗ്യമായിട്ട് കരുതുക ഇത്തരം ചാപ്റ്ററുകൾ പഠിക്കാൻ പറ്റുക എന്നുള്ളത്. സോ ഇത് ഇന്റർനും ഉണ്ട്, ഇതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്കും എല്ലാ അർത്ഥത്തിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ആംഗിൾ നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇൻട്രൊഡക്ഷനാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഫണ്ട് കമ്പനികൾക്ക് ആവശ്യമാണ്, ഷെയർ വഴി ഡിബഞ്ചർ വഴിയൊക്കെ എടുക്കുന്നത് പോലെ ഇവർക്ക് കമ്പനികൾക്ക് ദേ ക്യാൻ ഇൻവൈറ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക്, അതാണ് എഴുതിയിരിക്കുന്നത്. കമ്പനീസ് ആക്ടിൽ വളരെ കുറച്ച് സെക്ഷനേ ഉള്ളൂ. സെക്ഷൻ 73 to 76 ആണ്. ഞാൻ പറഞ്ഞു പാർട്ട് എയിൽ പൊതുവെ സെക്ഷൻ ഫോക്കസ് കമ്പാരിറ്റീവ് കുറവ്, കാരണം 1-2 സെക്ഷൻ വരത്തുള്ളൂ. അത് നിങ്ങൾ ലൈബ്രറിയിൽ എഴുതുന്നുണ്ടായിരിക്കും, ഇനി അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഹാർഡ്ലി 1 or 2 സെക്ഷൻസേ ഉള്ളൂ. ഇപ്പോൾ മെമ്പർഷിപ്പ് നോക്കിയപ്പോൾ 2+55 അതുപോലെ 88 1-2 സെക്ഷനേ ഉള്ളൂ. ഇവിടെ അതുപോലെ നമുക്ക് 73 to 76 ആണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഈ ഡിപ്പോസിറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനീസ് ആക്ടിൽ ഈ സെക്ഷന് പുറമെ ഒരു എലോബറേറ്റ് ആയിട്ടുള്ള കമ്പനീസ് അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ്സ് റൂൾസ് 2014 എന്നൊരു റൂളുണ്ട്. ഒരു ആക്ടിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ, റൂളിലാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ആ റൂളിൻ്റെ പേര് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ കോട്ട് ചെയ്യേണ്ടി വരും, കമ്പനീസ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് റൂൾസ് 2014. സോ ഐ ഇൻവൈറ്റ് യു ടു ദ ഡെഫിനിഷൻ ഓഫ് ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തന്നെ 10 ചാപ്റ്റർ കഴിയും, മനസ്സിലായി? അങ്ങനത്തെ ഒരു ഇതിലാണ് മീനിങ് ഓഫ് ഡെപ്പോസിറ്റ്സ്. സെക്ഷൻ 2 clause 31 ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. തൊട്ട് മുമ്പത്തെ എല്ലാ ചാപ്റ്ററിലും പഠിപ്പിച്ച എല്ലാ ചാപ്റ്ററിലും ഡെഫിനിഷൻ ഉണ്ട്. മെമ്പർഷിപ്പ് 2+55 ഉണ്ട്, അതിൽ 2+35 നമ്മൾ പഠിച്ചു. ഇതിൽ 2+31 പഠിക്കും, നാളെ 2+16 പഠിക്കും. അപ്പോൾ ഈ ഡെഫിനിഷൻ കമ്പാരിറ്റീവ്ലി പാർട്ട് എയിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 2 clause 31 ഓഫ് കമ്പനീസ് ആക്ട് റെഡ് വിത്ത് കമ്പനീസ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് റൂൾസ്. Deposit means and includes any receipt of money by way of deposit or loan or in any other form by a company, but does not include the following. അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീപ്റ്റ് ഓഫ് മണി, ജനങ്ങളിൽ നിന്നോ ആരെങ്കിലും നിന്നും പൈസ സ്വീകരിക്കുക. അത് ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് സ്വീകരിച്ചാലും കൊള്ളാം, ലോണെന്ന് സ്വീകരിച്ചാലും കൊള്ളാം. അടുത്ത വാക്കുണ്ടോ, ഇനി എനി അതർ ഫോം, ഏത് രീതിയിൽ നിങ്ങൾ പൈസ സ്വീകരിച്ചാലും അതിനെ നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അപ്പോൾ ഒരു എക്സ്ക്ലൂഡിങ് ഡെഫിനിഷനാണ്, എക്സ്ക്ലൂസീവ് ഡെഫിനിഷനാണ്. ഏറ്റവും രസകരമായ സംഭവം, ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ ആദ്യമേ ലോ പറയുന്നുണ്ട്, 2+31 ആദ്യമേ പറയുന്നുണ്ട്, ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എനി എമൗണ്ട് റിസീവ്ഡ് ബൈ ദ കമ്പനി.
and you call that as a deposit, you may call that as a loan, you may call it ഏത് പേരിട്ട് വിളിച്ചാലും അത് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഒരു കമ്പനി പൈസ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റായിട്ട് സ്വീകരിച്ചാലും ലോണായിട്ട് സ്വീകരിച്ചാലും എന്തായിട്ട് സ്വീകരിച്ചാലും എന്ത് പേരിട്ട് സ്വീകരിച്ചാലും അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. പക്ഷേ താഴെ പറയുന്ന ഒന്നും ഡെപ്പോസിറ്റിന്റെ പരിധിയിൽ വരത്തില്ല. ഒരു വളരെ രസകരമായ ഒരു ഡെഫിനിഷനാണ്. സോ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ലിസ്റ്റ് നേരെ തിരിച്ചാണ്. അതുകൊണ്ട് പഠിക്കുന്നവർ ദയവ് ചെയ്ത്, പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്നവർ, ഈ എക്സാം എഴുതാൻ പോകുന്നവർ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ അത്ഭുതം വരും. 18 ലിസ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 18 ലിസ്റ്റിന്റെ ഹെഡിങ് നമുക്ക് പഠിക്കണം. ഞാൻ ക്ലാസ് തീരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറയും. കാരണം അതാണ് ഹാർട്ട് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അതൊന്നുമല്ലാതെ നമ്മൾ പഠിക്കാൻ പോകുന്ന അറൗണ്ട് 18 കാര്യങ്ങൾ അല്ലാത്ത രീതിയിൽ പൈസ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറയും. മനസ്സിലായി? അപ്പൊ ഏതൊക്കെയാണ് ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പറയുന്നു, ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഏത് പൈസ സ്വീകരിച്ചാലും ഡെപ്പോസിറ്റ്. അത് ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ സ്വീകരിച്ചാലും കൊള്ളാം, ലോൺ എന്ന രീതിയിലും സ്വീകരിച്ചാലും കൊള്ളാം, ഏത് എമൗണ്ട് നിങ്ങൾ ഏത് പേരിട്ട് സ്വീകരിച്ചാലും അതിന് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. പക്ഷേ താഴെ പറയുന്ന പൈസ മേടിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഡെപ്പോസിറ്റിന്റെ പരിധിയിൽ വരത്തുമില്ല. സോ ഇറ്റ്സ് എ വെരി വെരി ഇന്നോവേറ്റീവ് വേ ഓഫ് ഡിഫൈനിങ് ഡെപ്പോസിറ്റ്സ്. സോ നമ്മൾ ഇനി ഓരോന്നും ഇതിനെടുത്ത് കളയാൻ പോയാൽ പറഞ്ഞ മനസ്സിലായി. ഇനി ഓരോന്നും അതല്ല ഇങ്ങനെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊന്നും അല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും പൈസ മേടിച്ചാൽ അതിനെയാണ് കുട്ടികളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. സോ യു ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആ 18 എണ്ണവും പഠിച്ചേ പറ്റൂ. അതിലൊരു 3 എണ്ണം മാത്രം അതിൻ്റെ അകത്ത് കയറി നമ്മൾ ചില ഇന്റർപ്രിട്ടേഷൻസ് പഠിക്കേണ്ടി വരും. അതൊഴിച്ച് ബാക്കിയെല്ലാം ഹെഡിങ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് സാർ അങ്ങനെ പഠിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കേട്ടോണ്ടിരിക്കുക. പിൻ ഡ്രോപ്പ് സൈലൻസ്, ലിസൺ. എനി ഡൗട്ട് യു ക്യാൻ സ്റ്റോപ്പ് മീ ക്ലാസ്. ഫസ്റ്റ് വൺ, എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഒരു കമ്പനിക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നോ എന്തെങ്കിലും സബ്സിഡി ആയിട്ടോ എന്തെങ്കിലും ഗ്യാരണ്ടി ആയിട്ടോ എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ, ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിൽ നിന്നോ എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അതൊന്നും തന്നെ ഡെപ്പോസിറ്റ് പരിധിയിൽ വരത്തില്ല. അപ്പൊ നമ്മൾ മറക്കരുത്, വരത്തില്ലാത്ത ലിസ്റ്റാണ് പഠിക്കുന്നത്. ഏതൊക്കെ ഡെപ്പോസിറ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സെക്കൻഡ് വൺ, എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഫോറിൻ ഗവൺമെന്റ് ഇൻക്ലൂഡിംഗ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, കോമൺവെൽത്ത് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇന്റർനാഷണൽ ബാങ്ക് ആൻഡ് ഫോറിൻ ഗവൺമെന്റ്. ഫോറിൻ ഗവൺമെന്റിൽ നിന്നോ ഫോറിൻ ഇതര സ്ഥാപനങ്ങളിൽ നിന്നോ ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിൽ നിന്നോ ഫോറിൻ ഗവൺമെന്റിൽ നിന്നോ കിട്ടുന്ന ഒരു പൈസയും ഇതിൽ വരത്തില്ല, ഡെപ്പോസിറ്റിന്റെ പരിധി വരത്തില്ല. സന്തോഷം, ഓരോന്ന് പഠിക്കുമ്പോൾ സന്തോഷം. അതൊന്നും വരില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 3, എനി എമൗണ്ട് റിസീവ്ഡ് ആസ് എ ലോൺ ഓർ ഫെസിലിറ്റി ഫ്രം എനി ബാങ്കിങ് കമ്പനി ഓർ ഫ്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ or any of its subsidiary or from any banking institution. ഏതെങ്കിലും ബാങ്കിൽ നിന്നോ ഏതെങ്കിലും SBI ബാങ്കിൽ നിന്നോ SBI ബാങ്കിന്റെ സബ്സിഡറിയിൽ നിന്നോ ഏതെങ്കിലും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനോ നിങ്ങൾ എടുക്കുന്ന ലോണ് അത് ലോണാണ്. അതെന്തല്ല? ഡെപ്പോസിറ്റ്. അപ്പൊ കമ്പനികൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കത്തില്ല. അതൊന്നും തന്നെ എന്തിന്റെ പരിധിയിൽ വരത്തില്ല കുട്ടികളെ? ഡെപ്പോസിറ്റിന്റെ പരിധിയിൽ വരത്തില്ല. സന്തോഷം അല്ലേ? 4, എനി എമൗണ്ട് റിസീവ്ഡ് ആസ് എ ലോൺ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കുകൾ പോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ലൈക്ക് LIC ധനകാര്യ സ്ഥാപനമാണ്, അതുപോലെ IDBI, അതുപോലെ നബാർഡ്, അതുപോലെ എക്സിം ബാങ്ക്. ഇതുപോലെ ഇതര ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ PFI പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് നിങ്ങൾ എടുക്കുന്ന പൈസ കിട്ടുന്ന പൈസയും എന്തല്ല ഇത് വന്നിട്ട് ഡെപ്പോസിറ്റ് പരിധിയിൽ വരത്തില്ല. ഓക്കെ, അപ്പൊ അത് ഡെപ്പോസിറ്റ് അല്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ലിസ്റ്റ് മൊത്തം ഡെപ്പോസിറ്റ് അല്ലാത്ത ലിസ്റ്റാണ് പഠിക്കുന്നത്. 5, എനി എമൗണ്ട് റിസീവ്ഡ് അഗൈൻസ്റ്റ് ഇഷ്യൂ ഓഫ് കമേഴ്സ്യൽ പേപ്പർ. ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അത്തരം കമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്ത് നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഈ പറയുന്ന പൈസയും ഡെപ്പോസിറ്റ് അല്ല. അപ്പൊ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പറഞ്ഞ മനസ്സിലായി? അല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എ കമ്പനി ഫ്രം എനി അതർ കമ്പനി. വേറൊരു കമ്പനിയിൽ നിന്നും എന്തെങ്കിലും ലോൺ എടുക്കുകയോ അത്തരം അറേഞ്ച്മെന്റ് വഴി എന്തെങ്കിലും പൈസ വേറൊരു കമ്പനിയിൽ നിന്ന് എടുക്കുകയോ ചെയ്താൽ നമ്മൾ ഇന്റർ കോർപ്പറേറ്റ് ലോൺ എന്നാണ് പറയുന്നത് അല്ലെ. 186 ഇന്റർ കോർപ്പറേറ്റ്. അത്തരം വേറൊരു സഹോദര സ്ഥാപനത്തിൽ നിന്നോ വേറൊരു കമ്പനിയിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ, നിങ്ങൾ മേടിക്കുന്ന പൈസ ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, ക്ലിയർ ആണോ അല്ലേ? യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കാം. ഇത് കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. 7, എനി എമൗണ്ട് റിസീവ്ഡ് ആൻഡ് ഹെൽഡ് പെർസ്യൂന്റ് ടു ആൻ ഓഫർ ത്രൂ ഷെയർ ആപ്ലിക്കേഷൻ മണി ഓർ അഡ്വാൻസ് ടുവേർഡ് ഷെയർ
allotment of securities pending allotment. നിങ്ങൾ പബ്ലിക് ഇഷ്യൂ നടത്തിയോ പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തിയോ ഏതെങ്കിലും ഇഷ്യൂ നടത്തിക്കൊണ്ട് അതിൽ നിന്ന് സ്വയമായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആദ്യം കിട്ടുന്ന ഷെയർ ആപ്ലിക്കേഷൻ മണിയാണ്. അത്തരം ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടുന്നതും എന്തല്ല, ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടുന്നതും എന്തല്ല, അതും വന്നിട്ട് ഡെപ്പോസിറ്റ് അല്ല. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ മണി, ഷെയറിന്റെ ആദ്യത്തെ സ്റ്റേജായ ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടുന്നതും ഡെപ്പോസിറ്റ് അല്ല. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ല, ചിലതിൽ അകത്ത് ചില പോയിന്റ്സ് ഉണ്ട്, ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, ഇഫ് ദ സെക്യൂരിറ്റീസ് ഫോർ വിച്ച് ദ ആപ്ലിക്കേഷൻ മണി ഈസ് റിസീവ്ഡ് cannot be allotted within 60 days of the receipt of the application money, then it should be refunded to the subscribers within 15 days from the date of the completion of 60 days. Such amount shall be treated as deposit for these rules. അതായത് ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ട് ആ ഷെയർ ആപ്ലിക്കേഷൻ മണിക്ക് തകുതിയായിട്ടുള്ള ഷെയർ അലോട്ട് ചെയ്യണമല്ലോ, അതിന് കമ്പനി ആക്ടിൽ 60 ദിവസമാണ് സമയം പറഞ്ഞിരിക്കുന്നത്. ആ 60 ദിവസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്ത്, നിങ്ങൾ അലോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ പൈസ 15 ദിവസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്യുന്നതാണ് നിയമം. സപ്പോസ് ഒരു കമ്പനി ഷെയർ ആപ്ലിക്കേഷൻ മണി മേടിച്ചിട്ട് 60 ദിവസത്തിനകത്ത് ഷെയർ അലോട്ടും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റീഫണ്ടും ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികളെ ആ എമൗണ്ടിനെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കാണും. അപ്പോൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് നിങ്ങൾ ഷെയർ ആപ്ലിക്കേഷൻ മണിയെ ഡെപ്പോസിറ്റിന്റെ പരിധിയിൽ വരൂല എന്ന് ലോയിൽ പറയുമ്പോഴും അതിനൊരു സമയപരിധിയുണ്ട്. ആ ഷെയർ ആപ്ലിക്കേഷൻ മണിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഷെയർ നിങ്ങൾ ഷെയർ അക്സെപ്റ്റ് ചെയ്ത്, ആപ്ലിക്കേഷൻ മണി അക്സെപ്റ്റ് ചെയ്ത് 60 ദിവസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അലോട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് റീഫണ്ട് ചെയ്യണം. അല്ലാത്ത പക്ഷം 60 ദിവസം കഴിയുമ്പോൾ ഈ പൈസ എന്തായിട്ട് കാണും, നമ്മൾ എന്തായിട്ട് കാണും, ഡെപ്പോസിറ്റ് ആയിട്ട് കാണും. അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങൾ അവിടെ ആയിട്ടുണ്ട്. അത് കെയർഫുള്ളായിട്ട് എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ നോക്കണം. അതൊഴിച്ച് അത് എനിക്കറിയാം എക്സിക്യൂട്ടീവ് ആണ്, ഒരുപാട് വേറെ ഭയങ്കര ഇൻ്റർപ്രിട്ടേഷനിൽ പോകണ്ട, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 7ാമത്തെ കാര്യം സൈഡിലൊരു ടിക്കോ ഇമ്പോർട്ടൻറ്റ് ഇട്ട് വെച്ചിരിക്കുക, ചിലപ്പോൾ പ്രത്യേകം ചോദിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിളാണ്, ഷെയർ ആപ്ലിക്കേഷൻ മണി ഡെപ്പോസിറ്റ് അല്ല. പക്ഷെ അതിലെന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് അല്ലാതെ കാണുന്നുണ്ട് എന്ത് ചെയ്യണം, 60 ദിവസത്തിനകത്ത് നിങ്ങൾ ഷെയർ അലോട്ട് ചെയ്യണം. ഇനി അലോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ത് ചെയ്യണം, നിങ്ങൾ 60 ദിവസത്തിനകത്ത് എന്ത് കൊടുക്കണം, അതിന് റീഫണ്ട് കൊടുക്കണം. അത് റീഫണ്ട് കൊടുക്കാത്ത പക്ഷം ഈ 60 ദിവസം കഴിയുമ്പോൾ അതെന്തായി മാറും, ആ പൈസയെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടി വരും. കമ്പനീസ് ആയിട്ടുള്ള പ്രൊവിഷൻസ്, ഡെപ്പോസിറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യും. ഓക്കെ, സൗമ്യ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. 8. Any amount received from a person who at the time of the receipt of amount was a director of a company or relative of a director of a private company. ഇത് പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമുള്ള എക്സെപ്ഷൻ ആണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആ കമ്പനിയുടെ ഡയറക്ടറിൽ നിന്നോ ആ കമ്പനിയുടെ ഡയറക്ടറിന്റെ ബന്ധുവിൽ നിന്നോ മേടിക്കുന്ന എന്തെങ്കിലും പൈസ അല്ലെങ്കിൽ ലോണ് വന്നിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കരുതത്തില്ല. സോ ഹാപ്പി, ബട്ട് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ എ പ്രൈവറ്റ് കമ്പനി. നെക്സ്റ്റ് വൺ, ഇനി എമൗണ്ട് റിലേറ്റഡ് raised by the company by issue of bond or debentures where there is a first charge of raising pari passu. Secured ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴോ അതുപോലെ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോഴോ അതിൽ നിന്ന് കിട്ടുന്ന തോന്നെ പൈസ കിട്ടുന്ന കമ്പനിക്ക് ആ കിട്ടുന്ന പൈസ ഡെപ്പോസിറ്റ് അല്ല. കാരണം ഡിബഞ്ചർ ഇഷ്യൂ ആണല്ലോ, അതുകൊണ്ട് അത് ഡെപ്പോസിറ്റ് അല്ല. പക്ഷെ അത് ചാർജ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളെന്ന് പറയുന്നത് സെക്യൂർഡ് ഡിബഞ്ചർ ആയിരിക്കും എന്ന് പറയും. ഹാപ്പി ന്യൂസ് അഗെയിൻ. നെക്സ്റ്റ്, എനി എമൗണ്ട് റൈസ്ഡ് ബൈ എ കമ്പനി ഓഫ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ. നോൺ കൺവെർട്ടബിൾ ആയിട്ടുള്ള, ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റാത്ത നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസയും ഡെപ്പോസിറ്റ് അല്ല. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പണ്ടൊക്കെ ഞാൻ പഠിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും. അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഇത് കുറേ നേരം കൊണ്ട് ഇതൊന്നും അല്ല എന്ന്. അപ്പോൾ പിന്നെ എന്താണ് ഡെപ്പോസിറ്റ് സൗമ്യ? ഇതൊന്നുമല്ലാതെ നിങ്ങൾ പൈസ സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് ഡെപ്പോസിറ്റ്. ഞാൻ പറയാം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഇറിറ്റേറ്റ് എപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷനാണ്, എക്സ്ക്ലൂസീവ് ഡെഫിനിഷൻ. ഇതല്ല എന്ന് പറഞ്ഞാൽ പോകും. ഓക്കെ, അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് പറയുന്നുള്ളൂ. 7ാമത്തെ ക്ലോസ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആകാൻ പറഞ്ഞു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത് കിടക്കുന്ന 10. അത് ഇമ്പോർട്ടൻ്റ് ഇട്ട് വയ്ക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം എൻ എംപ്ലോയി ഓഫ് ദ കമ്പനി നോട്ട് എക്സീഡിങ് ഹിസ് ആനുവൽ സാലറി under a contract of employment with the company in the nature of non-interest bearing security deposit. ഒരു എംപ്ലോയിയിൽ നിന്നും എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് കരുതത്തില്ല. ഓക്കെ, കാരണം ഇപ്പോൾ അത് കുറവാണല്ലേ. പണ്ടൊക്കെയാണ് ഈ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഫേംസിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു എമൗണ്ട് കെട്ടിവെക്കാൻ പറയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് ഒക്കെ ചെയ്യും.
ട്രെയിനിങ് ഒക്കെ തരും. ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ട്രെയിനിങ് തന്നതൊക്കെ നഷ്ടം വരും അല്ലേ. അതുകൊണ്ട് കമ്പനികൾ എന്ത് ചെയ്യും, ഒരു എമൗണ്ട് മേടിച്ച് വയ്ക്കും. എന്നിട്ട് അഥവാ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് നിർത്തിപ്പോവാണെങ്കിൽ പൈസ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി പൈസ തിരിച്ചു തരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിന് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അത്തരം ഒരു എംപ്ലോയിയിൽ നിന്നും ഒരു എംപ്ലോയ്മെന്റിന്റെ പാർട്ടായിട്ട്, എംപ്ലോയ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ പാർട്ടായിട്ട് കമ്പനികൾ മേടിച്ചു വയ്ക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മളെ ഡെപ്പോസിറ്റ് അല്ല. ഒരു കണ്ടീഷനാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അകത്ത് എന്താണ്, ആ എമൗണ്ട് ആ എംപ്ലോയിയുടെ വർഷ സാലറി, ആനുവൽ സാലറിയുടെ മുകളിൽ കൂടാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു എംപ്ലോയിക്ക്, ഫോർ എക്സാമ്പിൾ പ്രദീപാണ് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു. അവർ പറയുന്നത് വെച്ചാൽ 12 ലക്ഷം രൂപ ബോണ്ട് എഴുതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. പ്രദീപ് 12 ലക്ഷം രൂപ കൊടുത്തു. ആ കമ്പനിക്ക് കിട്ടിയ 12 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് നമ്മളെ കമ്പനി സാക്കിൽ ഡെപ്പോസിറ്റ് അല്ല. പക്ഷേ പ്രദീപിന്റെ ശമ്പളം ഒരു മാസം 1 ലക്ഷമാണ്. അങ്ങനെയാണ് 12 ലക്ഷമായി. നേരെ മറിച്ച് അവർ 15 ലക്ഷം ആവശ്യപ്പെട്ടാൽ 12 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് അല്ല, പക്ഷെ ആ 3 ലക്ഷം രൂപ എന്തായിട്ട് വരും, കമ്പനി സാക്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് വരും. കാരണം ഈ എക്സംഷൻ ഈസ് അവൈലബിൾ ഓൺലി അപ് ടു ദ ആനുവൽ 1 ഇയർ സാലറി. ഒരു വർഷത്തെ ശമ്പളം വരെ മാത്രമേ എക്സംഷൻ കിട്ടൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, ചില ഏരിയയിൽ നമ്മൾ അകത്ത് കയറി പഠിക്കേണ്ടി വരും. അപ്പോൾ 7ാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, 10ാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞു. സോ എംപ്ലോയിയിൽ നിന്ന് കിട്ടുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് ശമ്പളത്തിൻ്റെ ഭാഗമായിട്ട്, എംപ്ലോയ്മെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഈ പൈസ എക്സംപ്റ്റഡ് ആണ്. പക്ഷേ അതിന് ഒരു എംപ്ലോയിയുടെ ആനുവൽ സാലറി, ഒരു വർഷത്തെ സാലറി വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അതിന് മുകളിൽ മേടിച്ചു കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് കാണും. 10. അടുത്തത്, എനി നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് എമൗണ്ട് റിസീവ്ഡ് ആൻഡ് ഹെൽഡ് ഇൻ ട്രസ്റ്റ്. അത് വേറൊരു സ്ഥാപനത്തിന് വേണ്ടി, വേറൊരു ആൾക്കാർക്ക് വേണ്ടി ഒരു വിശ്വാസത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. നമ്മൾ പറയത്തില്ല ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, നാളൊരു കാര്യത്തിൽ എടുക്കാം തിരിച്ച്, അങ്ങനെ ചില അതിനെ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റിൽ മേടിച്ച് വയ്ക്കുന്ന പൈസ എന്തല്ല, ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, അതിൻ്റെ അകത്ത് വലിയ ഇന്റർപ്രിട്ടേഷൻ ഇല്ല. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളെ. അടുത്ത ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞു 7 ഇമ്പോർട്ടൻ്റ് ആണ്, 10 ഇമ്പോർട്ടൻ്റ് ആണ്, 12 ഇമ്പോർട്ടൻ്റ്. 12ാമത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കെയർഫുൾ ആയിട്ട് കേൾക്കുക. Any amount received in the course of or for the purpose of business of the company. കമ്പനിയുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് പലരിൽ നിന്നുമായിട്ട് മേടിക്കുന്ന പല എമൗണ്ട്സിനെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കാണത്തില്ല. കാരണം ഉദ്ദേശം പലിശ കൊടുത്ത് അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനല്ല നമ്മൾ ഉദ്ദേശം. അത് കമ്പനിയുടെ ബിസിനസിന്റെ ഭാഗമായിട്ട്, ബിസിനസിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ മേടിച്ചു വയ്ക്കുന്ന പൈസകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എമൗണ്ട് റിസീവ്ഡ് ഇൻ ദ കോഴ്സ് ഓർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, an advance for the supply of goods or provision of services accounted for in any manner whatsoever, that such advance is appropriated against the supply of goods or provisions within a period of 365 days from the date of acceptance of deposits. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരു കുറച്ച് മെഷീനറി മേടിക്കാനായിട്ട് ഓർഡർ കൊടുക്കും. ഞാൻ ആദ്യത്തെ കേൾക്കുന്നുണ്ടോ? നമ്മളൊരു ഓർഡർ കൊടുക്കുന്നു. ഓർഡർ കൊടുക്കുമ്പോൾ കുറച്ച് അഡ്വാൻസ് കൊടുക്കത്തില്ല ആദ്യത്തെ, അല്ലേ? നമ്മൾ അഡ്വാൻസ് അങ്ങനെയല്ലേ നമ്മൾ സാധനം ഒരു 10 ലക്ഷത്തിന്റെ ഒരു മെഷീനറി മേടിക്കാനായിട്ട് ഒരു ഗുജറാത്തിൽ ഒരു കമ്പനിക്ക് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വയം ഒരു അഡ്വാൻസ് കൊടുക്കും. അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യണ്ടേ, അപ്പോൾ 2.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കും. ബാക്കി പിന്നെ കൊടുക്കും. നമ്മൾ ഏത് കാര്യങ്ങളും, വലിയ മെഷീനറീസ് ആയാലും വലിയ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കമ്പനിയാണ്, എനിക്കൊരു ഓർഡർ കിട്ടി, അപ്പോൾ സ്വയമായിട്ട് മറ്റൊന്നും പറയും, ആദ്യം 50% അഡ്വാൻസ്, എന്നിട്ട് ഞാൻ സപ്ലൈ ചെയ്യാന്ന് പറയും. അങ്ങനെ മേടിക്കുന്ന അഡ്വാൻസസ് ഡെപ്പോസിറ്റ് അല്ല. പക്ഷെ കുട്ടികളെ കണ്ടീഷൻ എന്താണ്? ആ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് മേടിച്ച ആ ഗുഡ്സ് ആൻഡ് സർവീസസ്, ആ പറയുന്ന സാധനം നിങ്ങൾ 365 ദിവസത്തിനകത്ത് നിങ്ങൾ സപ്ലൈ ചെയ്തിരിക്കും. എക്സാമ്പിൾ പറയാം, ഞാനാണ് ബി ലിമിറ്റഡ്, എനിക്ക് ഒരു 5 കോടിയുടെ ഒരു ഓർഡർ കിട്ടി, ഭയങ്കര ഒരു മെഷീൻ ഉണ്ടാക്കാനായിട്ട്. ഞാൻ പറഞ്ഞു 2.5 കോടി രൂപ അഡ്വാൻസ് തരാൻ പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ എനിക്ക് 2.5 കോടി അഡ്വാൻസ് വന്നു. ഇവിടുത്തെ ചോദ്യം, ഈ 2.5 കോടി ഡെപ്പോസിറ്റ് ആണോ? അല്ല. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള നമ്മൾ ഇപ്പോഴത്തെ ചാപ്റ്റർ പഠിക്കുന്ന പോലത്തെ ഡെപ്പോസിറ്റ് അല്ല. കാരണം ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ബിസിനസ് ആൻഡ് ദേ ഹാഡ് ഗിവൺ മീ ദ അഡ്വാൻസ് ടു പ്രൊഡ്യൂസ് എ പർട്ടിക്കുലർ ആർട്ടിക്കിൾ ആൻഡ് ഐ ഹാവ് ടു സപ്ലൈ ദാറ്റ്. പക്ഷെ കണ്ടീഷൻ എന്താണ് സ്വാമി? കണ്ടീഷൻ എന്താണ്? ഈ സാധനം എന്ത് ചെയ്യണം? ഈ സാധനം 365 ദിവസത്തിനുള്ളിൽ സപ്ലൈ.
നിങ്ങൾ 365 ദിവസത്തിന് ഇതിനകം ഇത് സപ്ലൈ ചെയ്തില്ലെങ്കിൽ കുട്ടികളെ 366 ദിവസമാകുമ്പോൾ ഈ എമൗണ്ടിനെ എങ്ങോട്ട് മാറ്റണം? ഡെപ്പോസിറ്റിലോട്ട് മാറ്റേണ്ടി വരും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മാറ്റുകയും പിന്നെ RBIയുടെ പെർമിഷൻ എടുക്കണം. ഈ ഡെപ്പോസിറ്റിന്റെ പ്രൊവിഷൻസ് കംപ്ലീറ്റ്. നല്ലൊരു ഏരിയ ആണ് ഇത്. ഞാനൊരു ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ മറ്റേ ക്ലാസ്സിൽ ഇത് പറഞ്ഞു. ഒരുപാട് സ്വർണ്ണക്കടകളൊക്കെ ചെയ്യുന്ന ഒരു ഇപ്പൊ കുറവാന്ന് തോന്നുന്നു. ഇപ്പൊ സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ. ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ സ്വർണം ആദ്യം ബിസിനസ് കുറച്ച് കുറവായിരുന്ന ഒരു കാലഘട്ടം, ഞാൻ പേര് പറയുന്നില്ല, എല്ലാം ലിസ്റ്റഡ് കമ്പനീസ് ആണെന്ന് പറയുന്നില്ല. ഒരുപാട് സ്വർണ്ണക്കടകൾ പറയുന്നുണ്ട് ഈ മക്കളുടെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ പ്രൈസ് കൂടുമോ എന്ന് നിങ്ങൾ ഹെഡ്ജ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് എമൗണ്ട് മന്ത്ലി അടയ്ക്കാൻ പറയും. മനസ്സിലായി? ചെറിയ ചെറിയ എമൗണ്ട് അടയ്ക്കാൻ പറയും. അടച്ചിട്ട് എന്ത് സംഭവിക്കും? ഇന്നത്തെ വിലയ്ക്ക് നാളൊരു കാലത്ത് ഇപ്പോൾ മോളെ കല്യാണ സമയമാകുമ്പോൾ നിങ്ങൾ തരാൻ നോക്കും. അപ്പം ഇതെല്ലാം അന്നുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്തു, ഓഡിറ്റർമാരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിനെ ബുക്ക് ചെയ്തു, അഡ്വാൻസ് ടേക്കൻസ് സപ്ലൈ ഓഫ് ഗോൾഡ് അല്ലേ, ശരിയല്ലേ? ജ്വല്ലറി പിന്നെ കൊടുക്കുമല്ലോ. പക്ഷേ കമ്പനീസ് ആക്ടിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. എന്താണ്? ആ അഡ്വാൻസ് വന്നിട്ട് കമ്പനീസ് ആക്ട് പ്രകാരം ഡെപ്പോസിറ്റ് ആയിട്ട് കാണണ്ട എന്നുണ്ടെങ്കിൽ 365 ദിവസത്തിനത് തിരിച്ചു കൊടുക്കും. അപ്പോൾ തിരിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ആണ്. സപ്ലൈ ചെയ്തില്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് വന്നിട്ട് അവിടെ കയറി പിടിച്ചു. അപ്പോൾ ഓഡിറ്റേഴ്സ്, പ്രത്യേകിച്ച് ബിഗ് ഫേംസ് ഒക്കെ ഇത് ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും. ഒരുപാട് സ്വർണ്ണക്കടകൾ ഈ ഒരു സംഭവം ചെയ്തു. മാസം തോറും നിങ്ങളൊരു 10,000 രൂപ വെച്ച് തരാൻ പറയും. എന്നിട്ട് അവർ പറയും ഞങ്ങൾ 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നമ്മളുടെ കല്യാണ പ്രായമാകുമ്പോൾ നിങ്ങൾ വന്നാൽ ഈ വിലയ്ക്ക്, ഇന്നിപ്പോൾ പൈസ കൊടുത്തില്ലേ, ഈ വിലയ്ക്ക് നിങ്ങൾ അന്ന് സ്വർണ്ണം തരാം. കേൾക്കുമ്പോൾ ഒരു ഹെഡ്ജിങ് ആണ്. പക്ഷെ പ്രശ്നം പറ്റിയ എന്താണ്? ഇത് 1 വർഷം കഴിയുമ്പോൾ ഇതിന് എന്ത് ചെയ്യണം? ഈ അഡ്വാൻസ് മുഴുവനും പബ്ലിക് ഡെപ്പോസിറ്റിലിട്ട് ബുക്ക് ചെയ്യേണ്ടി വരും, RBIയുടെ പെർമിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം 365 ഡേക്കകത്ത് ഈ സാധനം സപ്ലൈ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു എന്തല്ല, പബ്ലിക് ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, അടുത്തൊക്കെ പിന്നെ എളുപ്പമാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് മേടിച്ചു. സോ ആയിട്ട് നിങ്ങൾ ഒരു പുരയിടം കണ്ടു വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കത്തില്ല. അതുപോലെ കമ്പനി എന്ത് ചെയ്തു, നല്ലൊരു പുരയിടം മേടിക്കാനായിട്ട് പോയി, ഒരു ലാൻഡ് മേടിക്കാനായിട്ട് പോയി. അതിന് സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഒരു ലാൻഡാണ്. അപ്പോൾ കമ്പനിയുടെ ലാൻഡ് നല്ലൊരു ബയ്യർ വന്നു. ആ ബയ്യർ ആദ്യം ഒരു 2 കോടി ഒരു അഡ്വാൻസ് വന്നു. ആ അഡ്വാൻസ് വന്നിട്ട് സ്വാഭാവികമായിട്ടും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൊടുക്കാനായിട്ടുള്ള അഡ്വാൻസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഡെപ്പോസിറ്റ്. കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. കമ്പനിയുടെ പ്രോപ്പർട്ടി മേടിക്കാൻ ഒരു ബയ്യർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനി എന്ത് ചെയ്യും, അഡ്വാൻസ് ചോദിക്കും. ആ അഡ്വാൻസ് വന്നിട്ട് ഡെപ്പോസിറ്റ്. അടുത്തത് എഗെയിൻ അതുപോലെ സെക്യൂർഡ് ഡെപ്പോസിറ്റ് ഫോർ സപ്ലൈ ഓഫ് കോൺട്രാക്ട്. ലോങ് ടേം പ്രോജക്റ്റ്, വലിയ പ്രോജക്ട്സ് ആണ്. മനസ്സിലായി? 5 വർഷവും 10 വർഷം കൊണ്ട് ചെയ്യേണ്ട പ്രോജക്റ്റ് ആയിരിക്കും. അത് 10 വർഷം കഴിഞ്ഞിട്ടാണോ പൈസ കിട്ടുന്നില്ല. അപ്പോൾ ഗഡുക്കളായിട്ട് കിട്ടും. ആദ്യം ഒരു അഡ്വാൻസ് കിട്ടും, 2 വർഷം കഴിഞ്ഞ് 30% കിട്ടും, 4 വർഷം കഴിഞ്ഞ് 30% കിട്ടും, ബാക്കി പ്രോജക്റ്റ് കഴിയും. ഇങ്ങനെ കിട്ടുന്ന വലിയ പ്രോജക്ട്സ്, ലോങ് ടേം ഗസ്റ്റേഷൻ പീരീഡുള്ള പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻസ് ഒന്നും തന്നെ ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ, അടുത്ത അതേപോലെ സർവീസസ്, ഫ്യൂച്ചർ സർവീസസ് ചെയ്യാൻ കിട്ടുന്നത് ഇത്. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ബിസിനസ്സിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. അതിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന അഡ്വാൻസ് മാത്രം കെയർഫുൾ ആയിരിക്കുക. യു ഹാവ് ടു സപ്ലൈ വിത്തിൻ 365 days, എൽസ് വിൽ ബി ട്രീറ്റിംഗ് ദാറ്റ് ആസ് എ ഡെപ്പോസിറ്റ്. ദിസ് ഈസ് അഗൈൻ എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ ഇതുപോലെ അകത്ത് കയറി പഠിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടിന് ഇന്നലെ പഠിക്കാൻ പാടുള്ളൂ. പറ്റിയാൽ ഇന്ന് രാത്രിയോ നാളെ കൊണ്ട് ഇത് പഠിച്ചു തീർക്കുക. അപ്പോൾ മനസ്സിൽ ഒരിക്കൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ സമയത്ത് നല്ല രീതിയിൽ പഠിച്ചാൽ കേട്ടോ. യെസ്, എഗൈൻ ഉണ്ട് സെക്രട്ടറി. അത് വലിയ ആവശ്യമില്ല. ഒരു 4 ദിനം കൂടെ പഠിച്ചാൽ മതി. അതിൻ്റെ അകത്ത് പിന്നെ കയറി കാട് കയറണ്ട. അടുത്ത ഇമ്പോർട്ടൻ്റ് സംഭവമാണ് 13ാമത്തെ പോയിന്റാണ് പ്രൊമോട്ടർ. കമ്പനി പ്രൊമോട്ടറിൽ നിന്നും കിട്ടുന്ന പൈസ. എനി എമൗണ്ട് ബ്രോട്ട് ഇൻ ബൈ ദ പ്രൊമോട്ടേഴ്സ് ഓഫ് ദ കമ്പനി ബൈ വേ ഓഫ് അൺസെക്യൂർഡ് ലോൺ ഇൻ പെർസോൺസ് ഓഫ് ദ സ്റ്റിബുലേഷൻ ഓഫ് എനി ലെൻഡിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ ബാങ്ക് സബ്ജക്ട് ടു ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്, namely the loan is brought in pursuance to the stipulation imposed by the lending institution and the loan is provided by the promoters themselves or their relatives or by both. ലോൺ തിരിച്ചടയ്ക്കുന്നവർ എക്സംഷൻ കിട്ടും. എന്താണ് ഈ കഥ? അതായത് കുട്ടികളെ, നമ്മൾ പ്രത്യേകിച്ച് കമ്പനി തുടങ്ങി കുറച്ച് വർഷം ആയുള്ളൂ, അതായത് ഒരു 4-5 വർഷമൊക്കെ നടത്തി ഒരുപാട് ലാഭമൊക്കെ ഉള്ള കമ്പനിയെ കുറിച്ചല്ല. തുടങ്ങിയതുള്ളൂ. കമ്പനി തുടങ്ങി ആദ്യത്തെ വർഷമോ അടുത്ത വർഷമോ ഒക്കെ നിങ്ങൾ ലോൺ എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 10 കോടി ലോൺ എടുക്കാൻ പോയാൽ ബാങ്ക് നോക്കുമ്പോൾ ഒരുപാട് ബാലൻസ് ഷീറ്റ് ഒന്നുമില്ല. കാരണം 1 വർഷം ആയില്ല കമ്പനി തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ 2 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് ഒന്നും അറിഞ്ഞൂടാ, കമ്പനിയുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി ഒന്നും അറിഞ്ഞൂടാ. അപ്പം ഇങ്ങനെ ഒരു റിസ്ക് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം, ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ പുട്ട് എ കൺസെപ്റ്റ് കോൾഡ് PC. എന്താണ് PC? എന്താണ്? പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. അതായത് അവർ പറയും 10 കോടി ലോൺ അല്ലേ, ഈ കമ്പനിക്ക് ട്രാക്ക് റെക്കോർഡ് ഇല്ല, പൈസ തിരിച്ചടയ്ക്കുമെന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ അവർ പറയും പ്രൊമോട്ടറിൻ്റെ അടുത്ത്, കമ്പനിയുടെ പ്രൊമോട്ടറിൻ്റെ അടുത്ത് ഒരു തുക കൊണ്ടുവരാൻ പറയും. ഫോർ എക്സാമ്പിൾ, ദേ വിൽ സേ 2.5 കോടി, പോട്ടെ നമുക്ക് പകുതി എടുക്കാം, 5 കോടി രൂപ ഞാൻ ലോൺ തരാം. മനസ്സിലായി? 5 കോടി ലോൺ നിങ്ങൾക്ക് 10 കോടിയിലെ ആവശ്യം, ഈ ബാക്കി 5 കോടി പ്രൊമോട്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറയും. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഇത് റിസ്കി പ്രോജക്റ്റാണ്, കമ്പനിക്ക് ട്രാക്ക് റെക്കോർഡ് അല്ല.
കമ്പനി തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പില്ല. കമ്പനിക്ക് ഒരു 5, 10 അല്ലെങ്കിൽ 15 വർഷം കമ്പനി ആണെങ്കിൽ ബാലൻസ് ഷീറ്റും ക്രെഡിറ്റ് റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില്ലാത്തത് കൊണ്ട് ഇനിഷ്യൽ സ്റ്റേജിൽ കമ്പനി തുടങ്ങി ഇൻകോർപ്പറേറ്റ് ഇയറിലോ തൊട്ടടുത്ത ഇയറിലൊക്കെ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് പ്രൊമോട്ടറിന്റെ റിസ്ക്കും കൂടി ഇതിൻ്റെ അകത്ത് എക്സ്പോസ് ചെയ്യിപ്പിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ കേസിലും അങ്ങനെയാണ്. നമ്മളെ കേസിൽ വീട് വയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾ വീട് വയ്ക്കാനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, എന്താണ് എൻ്റെ പേര്, എന്താണ് ഡയഗ്രാമും എൻ്റെ ചാർട്ടും പടവും വരച്ചെല്ലാം കൂടെ ബാങ്കിൽ പോകും. ബാങ്ക് മൊത്തം ലോൺ തരുമോ? ഒരു ബാങ്കും തരത്തില്ല. എന്നറിയാം, ഒരു ബാങ്കും തരും. 50 ലക്ഷത്തിൻ്റെ വീട് വയ്ക്കാൻ പോയാൽ ഒരു ബാങ്കും 50 ലക്ഷം രൂപ ലോൺ തരത്തില്ല. എന്താ കാര്യം? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ വീട് മൊത്തം മറ്റേ റിസ്ക് എക്സ്പോസ്ഡ് ബാങ്കിന് അവരെന്ത് പറയും? ഫൗണ്ടേഷൻ്റെ പൈസ അല്ലെങ്കിൽ ഇത്ര വരെ പൈസ നിങ്ങൾ ഇടാൻ പറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു 50 ലക്ഷത്തിനാണ് ഒരു 25 ലക്ഷമോ 15 ലക്ഷമോ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ടതിന് ശേഷം മാത്രമേ ബാങ്ക് അടുത്ത ഇൻസ്റ്റാൾമെന്റ് അടുത്ത ഗഡു മുതൽ മാത്രമേ ബാങ്ക് എന്ത് ചെയ്യത്തുള്ളൂ. കാരണം ഇതൊരു ലെൻഡിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അതിൻ്റെ ഓണറിൻ്റെ റിസ്ക്കും കൂടെ അതിൻ്റെ അകത്ത് എക്സ്പോസ്ഡ് ആക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? പ്രൊമോട്ടർ ഇത്തരത്തിൽ ഒരു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന സ്റ്റിപ്പുലേഷൻ പ്രകാരം, ഒരു കണ്ടീഷൻ പ്രകാരം പ്രൊമോട്ടർ നിങ്ങൾക്ക് ഇതുപോലെ എമൗണ്ട് കമ്പനിക്ക് തന്നാൽ ആ എമൗണ്ടിനെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കാണത്തില്ല, പ്രൊവൈഡഡ് ദിസ് ഇസ് ബ്രോട്ട് ബൈ ദ പ്രൊമോട്ടർ ആസ് പെർ ദ സ്റ്റിപ്പുലേഷൻ പ്ലേസ്ഡ് ബൈ ദ ബാങ്ക് ഓർ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പോയിന്റ് നമ്പർ 1. Point number 2, you have to this promoter has to bring this money from his own pocket or from his റിലേറ്റീവ്സ്. അത് കടം മേടിച്ച് കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് പ്രൊമോട്ടറിന്റെ കയ്യിൽ നിന്നോ ദംസൽസ് അവരെ പൈസയും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ പൈസ ആയിരിക്കണം. അത് ജനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് എന്താ കുഴപ്പം? സൗമ്യ, അത് ജനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അത് ഡെപ്പോസിറ്റ് ആയിപ്പോ അല്ലേ, അത് പബ്ലിക്കിലായിപ്പോലെ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊമോട്ടർ സ്വമേധയായിട്ട് സ്വന്തം പൈസയോ അല്ലെങ്കിൽ പ്രൊമോട്ടർ ബന്ധുക്കളുടെ പൈസ വഴിയോ വേണം ഇത് കൊണ്ടുവരാൻ. അത്തരത്തിൽ ലോണിന്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷന് വിധേയമായിട്ട് ഇത്തരം ലോണുകൾ, അൺസെക്യൂർഡ് ആയിട്ട് ലോണുകൾ പ്രൊമോട്ടർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിനെ ലോണായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അതിന് ഒരിക്കലും നമ്മളെ കമ്പനീസ് ആക്ച്വലി ഡിപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുന്നില്ല. ബിക്കോസ് ദിസ് മണി ഈസ് ബ്രോട്ട് ബൈ ദ പ്രൊമോട്ടേഴ്സ് ആസ് പെർ ദ സ്റ്റിപ്പുലേഷൻ സ്റ്റേറ്റഡ് ബൈ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഷ്ടമുള്ള ഏരിയ കഴിഞ്ഞു, പേടിക്കേണ്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നല്ല ഈ പറഞ്ഞ എംപ്ലോയിയുടെ കാര്യം, സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കാര്യം, അതുപോലെ പ്രൊമോട്ടർ കൊണ്ടുവരുന്ന കാര്യം പ്രത്യേകം പഠിക്കുക. അത് ഒഴിച്ച് ബാക്കിയെല്ലാം ഹെഡിങ്സ് മാത്രം മനസ്സിലാക്കിയതാണ്. ഓക്കെ, എഴുതിയിരുന്നു. ഇനി കുറച്ച് ഇതര സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എനി എമൗണ്ട് അക്സെപ്റ്റ് ബൈ നിധി കമ്പനി. നിധി കമ്പനി അറിയാമല്ലോ, പൈസ ഡീൽ ചെയ്യുന്ന കമ്പനിയാണ്. അവർക്ക് പല കമ്പനികളും പല സ്ഥാപനങ്ങളും പല ആൾക്കാരെയും പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അത് ഇൻവെസ്റ്റ്മെന്റ് ഭാഗമാണ്, അത് ഒരിക്കലും തന്നെ ഡെപ്പോസിറ്റ് അല്ല. സോ എനി എമൗണ്ട് അക്സെപ്റ്റ് ബൈ നിധി കമ്പനി. അടുത്തത് എനി എമൗണ്ട് ബൈ എ സബ്സ്ക്രിപ്ഷൻ ബൈ എ ചിട്ടി കമ്പനി. എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എ കമ്പനി എനി കളക്ട് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഇപ്പം ഇതൊക്കെ ചില സ്കീം കാരണങ്ങളും ഇതൊക്കെ ചില ബിസിനസിന്റെ നേച്ചർ കാരണം കൊണ്ടുവരുന്നതാണ്. അതൊന്നും തന്നെ എന്തല്ല, നമ്മളെ കമ്പനി സെക്ടർ ഡെപ്പോസിറ്റ് അല്ല. അടുത്ത രസകരമായ സംഭവമാണ് എനി എമൗണ്ട് ഓഫ് 25 lakhs, an amount of 25 lakhs or more received by a startup company by way of convertible note, repayable within a period of not exceeding 10 years from the issue in a single tranche from a person. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ക്യാപിറ്റൽ കുറച്ച് കുറവായിരിക്കും, അവർക്ക് ഐഡിയ ഉണ്ട്, പക്ഷെ എന്തില്ല, they have lot of talent but they don't have money. സോ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് 25 ലക്ഷം വരെ നിങ്ങൾക്ക് an amount of 25 lakhs or more, ഒരു 25 ലക്ഷമോ 20 ലക്ഷം കൂടുതലോ ഒരു എമൗണ്ട് പറയുന്നുണ്ട്, റിസീവ്ഡ് ബൈ എ സ്റ്റാർട്ടപ്പ് കമ്പനി, കൺവെർട്ടബിൾ നോട്ട്സ് ആയിട്ട്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യും. അത്തരത്തിൽ എമൗണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഷെയർ ക്യാപിറ്റലായിട്ടാണ് കാണുന്നത്, അതിന് സീഡ് ഫണ്ടിങ് ആയിട്ടാണ് കാണുന്നത്, അതിന് വെഞ്ചർ ഫണ്ടിങ് ആയിട്ടാണ് കാണുന്നത്, VCF വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടായിട്ടാണ് കാണുന്നത്, അതിന് ഡെപ്പോസിറ്റ് ആയിട്ട് കാണുന്നത്. അൾട്ടിമേറ്റ്ലി എനി മണി റിസീവ്ഡ് ഫ്രം ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് ഫണ്ട്, ഇത്തരം സെബി അപ്രൂവ് ആയിട്ടുള്ള ഇത്തരം ഇൻവെസ്റ്റ്മെന്റ്സ് ഫണ്ടുകൾ വന്നിട്ട് അതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടായിട്ട് വരുന്നതാണ്, അത് ഡെപ്പോസിറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് 18 പോയിന്റ് ഉണ്ട് കുട്ടികളെ. ഈ 18 പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. നമ്മൾ ക്ലാസ്സിന്റെ അവസാനം പഠിച്ച് പറയാം. പക്ഷേ അതിൻ്റെ അകത്ത് 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എംപ്ലോയിയുടെ സെക്യൂർ ഡെപ്പോസിറ്റ്, സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് തിരിച്ചു കൊടുക്കുന്ന അത്, പ്രൊമോട്ടറിന്റെ കേസ്, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പഠിക്കണം. കാരണം അത് പ്രത്യേകമായിട്ട് ചോദിക്കാൻ സാധിക്കും. 18 രീതിയിൽ പൈസ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഈ 18 രീതിയിലും ഒരു കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്ന പൈസ ഒഴികെ വേറെ ഏത് രീതിയിൽ നിങ്ങൾ ജനങ്ങളിൽ നിന്നോ
പുറത്തിൽ നിന്നോ നിങ്ങൾ പൈസ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പൈസയെ കമ്പനീസ് ആക്ട് പ്രകാരം ഡെപ്പോസിറ്റ് ആയിട്ട് കരുതും. വീണ്ടും പറയാൻ കാരണം അത് പലപ്പോഴും പറ്റുന്ന വെച്ചാൽ 10 പോയിന്റ് 15 പോയിന്റ് 18 പോയിന്റ് കഴിയുമ്പോൾ ആശയം മറന്നു പോകും. മനസ്സിലായി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടി പറയുന്നത് എക്സ്ക്ലൂസീവ് ഡെഫിനിഷനാണ്. ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എനി മണി റിസീവ്ഡ് ബൈ ദ കമ്പനി either by deposit or by loan or by any name called but except these 18 items. ക്ലിയർ ആയ ഒരു ടാസ്ക് ആണ് പഠിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പഠിക്കുന്നത് എന്തായാലും ഡിഫൈൻഡ് ഡെപ്പോസിറ്റ് ഒന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കില്ല. പക്ഷെ അതിൻ്റെ അകത്ത് കയറി ചോദിക്കും. പ്രൊമോട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എംപ്ലോയിയുടെ സെക്യൂർ ഡെപ്പോസിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സാധനങ്ങൾ സപ്ലൈ ആയിട്ട് എഗൻസ്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ആ 3-4 ഏരിയ പൊതുവെ കുട്ടികൾ പഠിക്കാത്ത ഒരു ഡ്രൈ ഏരിയയാണ്. അതിൻ്റെ അകത്ത് കയറി പഠിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് അഡ്വാൻസ് അഗൈൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൊമോട്ടർ കോൺട്രിബ്യൂഷൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എംപ്ലോയിയുടെ സെക്യൂർ ഡെപ്പോസിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ അത് വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരെണ്ണം കൂടെ പറഞ്ഞു ഞാൻ നിധി കമ്പനി അത് ഒരെണ്ണം കൂടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അഡ്വാൻസ് പറഞ്ഞു. ഷെയർ ആപ്ലിക്കേഷൻ മണി. ഓക്കെ, ഇത് മറക്കും. ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടിയാൽ അത് എക്സംപ്റ്റഡ് ആണ്. പക്ഷേ 60 ദിവസത്തിനകത്ത് എന്ത് ചെയ്തിരിക്കണം, നിങ്ങളത് അലോട്ട് ചെയ്തിരിക്കണം. 60 ദിവസത്തിനകത്ത് അലോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ 60 ദിവസത്തിനകത്ത് ഷെയർ അലോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കണം, റീഫണ്ട് ചെയ്യണം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ഇതെന്താവും, ഡെപ്പോസിറ്റ് ആയിട്ട്. സോ ദ മെയിൻ ഏരിയ ഈസ് ഓവർ. നൗ യു വിൽ എൻജോയ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊതുവേ കുട്ടികൾക്ക് അല്ലെങ്കിൽ പൊതുവേ ഇത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഡെപ്പോസിറ്റ് ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി ഒരു 10-15 മിനിറ്റ് മേ ബി ഇനിയുള്ള സമയം വളരെ കെയർഫുള്ളായിട്ട് കേൾക്കുക. ഇവിടെ എന്താണ് പൊതുവെ കുട്ടികൾ പഠിക്കാതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കുറേ പ്രൊവിഷൻസ് ഇനി അങ്ങോട്ട് പഠിക്കും. പക്ഷെ അതിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിൽ നിൽക്കാത്തത്. അത് നമുക്ക് ആദ്യം വരുത്താം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. കുട്ടികളെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് കമ്പനിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒന്ന്, സെക്ഷൻ 73 പ്രകാരം മെമ്പർമാരിൽ നിന്ന് മാത്രം ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുന്ന കമ്പനി, കമ്പനിയുടെ ഷെയർ ഹോൾഡർ മെമ്പറിൽ നിന്ന് മാത്രം. രണ്ടാമത്തെ കാറ്റഗറി സെക്ഷൻ 76 കമ്പനിയുടെ മെമ്പർമാരിൽ നിന്നും മേടിക്കാം, കമ്പനിയുടെ മെമ്പർമാരൊഴികെ പബ്ലിക്കിൽ നിന്നും മേടിക്കാം. അതാണ് 76. 2 സെക്ഷനാണ്, 73 and 76. I repeat again, 73 speaks about deposits which can be accepted by companies only from members and not from public. സൗമ്യ, ഇത് ഏത് ടൈപ്പ് കമ്പനി ആയിരിക്കും? Private company. മിടുക്കി. Because you know by very definition a private company cannot accept any money from the public. അനർത്ഥം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഡിപ്പോസിറ്റ്സേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ, പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡിപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആരിൽ നിന്ന് മാത്രം? മെമ്പേഴ്സിൽ നിന്ന് മാത്രം. അതാണ് സെക്ഷൻ 73 ഡീൽ ചെയ്യുന്നത്. എന്നാൽ സെക്ഷൻ 76 ഡീൽ ചെയ്യുന്നത് എന്താണ്? പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ചാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് 2 ആൾക്കാരിൽ നിന്നും മേടിക്കാം, മെമ്പർമാരിൽ നിന്നും മേടിക്കാം, പബ്ലിക്കിൽ നിന്നും മേടിക്കാം. ഇത് ക്ലിയർ ആയോ? പ്രീതിന് ക്ലിയർ ആയോ? പ്രീത് ക്ലിയർ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാറ്റഗറൈസേഷൻ ആണ് ഇതിൻ്റെ അകത്തുള്ള ഈ ലോയുടെ ഏറ്റവും വലിയൊരു ക്രക്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ കുറേ കുട്ടികൾ കുറേ ലിമിറ്റുകൾ മാത്രം പഠിച്ചിട്ടു. അതാണ് ഈ പ്രശ്നം. അപ്പോൾ അതിനറിയണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് ഒരു രീതിയിലും പൈസ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഷെയർ ക്യാപിറ്റൽ പറ്റത്തില്ല, ഡിബഞ്ചർ ഇൻ ദ സെൻസ് ദാറ്റ് പബ്ലിക്കിൽ നിന്ന് പൈസ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഡെപ്പോസിറ്റ് പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ക്യാൻ അക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ് ബട്ട് നോട്ട് public deposits. ഇത് നമ്മൾ വ്യത്യാസം അറിയില്ല. അപ്പോൾ സോ സെക്ഷൻ 73 allows private limited company to accept deposits from the members only, and section 76 speaks about public limited company where they can accept deposits from members and also from public. Clear? Now, okay. Now second discussion is whether all public limited companies under section 76 here can accept public deposit. The answer is no. പബ്ലിക് കമ്പനീസിൽ പോലും കുട്ടികളെ എലിജിബിൾ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞ് ഒരു കാറ്റഗറി വന്നിട്ടുണ്ട്. ആ എലിജിബിൾ പബ്ലിക് കമ്പനിക്ക് മാത്രമേ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റൂ. സോ ദിസ് ഇസ് ദാറ്റ് മീൻസ്
നിങ്ങൾ പഴയ ലോ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. പഴയ ലോ നോക്കിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. എല്ലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കും പബ്ലിക് ഡെപ്പോസിറ്റ്. ഇവിടെ അങ്ങനെയല്ല. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ പോലും എലിജിബിൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നൊരു കാറ്റഗറി കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് മാത്രമേ ജനങ്ങളിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Now, what is an eligible public limited company? കടപ്പെടും. എന്താണ് eligible public company means under section 76 means having a net worth of not less than 100 crores rupees. കമ്പനിയുടെ ആസ്തി നെറ്റ് വർത്ത് 100 കോടിക്ക് മുകളിൽ വേണം. അല്ലെങ്കിൽ or the turnover of the company is not less than 500 crores. 100 കോടിക്ക് മുകളിൽ നെറ്റ് വർത്ത് ഉള്ള കമ്പനിയോ 500 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള കമ്പനിക്ക് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ. അപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് പോലും എലിജിബിൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് എലിജിബിലിറ്റി? ഒന്നീ നെറ്റ് വർത്ത് 100 കോടിക്ക് മുകളിൽ വേണം, അല്ലെങ്കിൽ ടേൺ ഓവർ വന്നിട്ട് 500 കോടിക്ക് മുകളിൽ വേണം. ഇതിന് പുറമെ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ആ ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതിന്റെ റെസൊല്യൂഷന്റെ കോപ്പി വന്നിട്ട് അറിയാലോ, സ്വാഭാവികമായിട്ട് MGT14 ഫോം വെച്ചിട്ട് നമ്മൾ ROCയിൽ ഫയൽ ചെയ്യണം. That means the public deposit can be accepted only by passing a special resolution at a general meeting of the shareholders. So this is the beauty of the law. ഇത് മറക്കരുത്. ഇതാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലോയുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അത് മറക്കരുത്. അപ്പൊ രണ്ടായിട്ട് പഠിക്കണം. 73 വേറെ, 76 വേറെ. 73 മെമ്പേഴ്സിന് മാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. 76 രണ്ടുപേരും നിന്ന് മേടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. എന്നാൽ എല്ലാ പബ്ലിക് കമ്പനിക്കും പറ്റുമോ? ഇല്ല. അതിന് പുതിയ കാറ്റഗറി ഉണ്ട്, എലിജിബിൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. എന്താണ് എലിജിബിൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി? നെറ്റ് വർത്ത് 100 കോടിക്ക് മുകളിലോ അല്ലെങ്കിൽ ടേൺ ഓവർ 500 കോടിക്ക് മുകളിലോ വേണം. ഇതിന് പുറമെ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. അതിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ ROCയിൽ ഫയൽ ചെയ്യണം. ഓക്കെ. ഇനി നമ്മൾ അനുബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻ, ഇനി പെരിഫറൽ പ്രൊവിഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. മെയിൻ ഏരിയ ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറെ ഇതിന്റെ അനുബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. ആവശ്യമില്ലാത്ത കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് 73 പ്രകാരം മെമ്പറിൽ നിന്ന് മാത്രം മേടിക്കുമ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്? അപ്പോൾ അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള കാര്യം ഇപ്സോ ഫാക്ടോ ക്ലിയർ ആണ്. എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, എ കമ്പനി ഹാസ് ടു പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് ടേക്സ് നെസസറി അപ്രൂവൽ ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ RBI. അപ്പോൾ പൈസ ഇടപാടെല്ലാം RBIയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം. ആദ്യം മെമ്പർമാരെന്ന് പോലും നിങ്ങൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, മെമ്പർ എന്ന് പറയുമ്പോൾ പബ്ലിക് ഡെപ്പോസിറ്റ് വാക്ക് വരരുത്. ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു പാസ് a special resolution at the general meeting, and you have to comply with the RBI rules and regulations as may be prescribed by the law. RBI regulations and the form of filing കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും. കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ നമ്പർ 2, ഈ മെമ്പേഴ്സ് എങ്ങനെ അറിയും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് വേണമെന്നുള്ളതിനെ കുറിച്ച്? അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊടുക്കണം, അല്ലേ? പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ പ്രോസ്പെക്ടസ് കൊടുക്കുന്നത് പോലെ, അതുപോലെ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്ന പോലെ ഇവിടെയും നമ്മളൊരു ഡോക്യുമെന്റ് വേണം. അതിന് മെമ്പറിന്റെ കേസ് ആവുമ്പോൾ കുട്ടികളെ നമ്മൾ സർക്കുലറിനെ വിളിക്കാവൂ, അഡ്വർടൈസ്മെന്റ് എന്ന് വിളിച്ചുകൂടാ. കാരണം എന്തുകൊണ്ടാ സൗമ്യ? അഡ്വർടൈസ്മെന്റ് ആയിപ്പോ എന്താവും? പബ്ലിക് ആയിപ്പോ. അതുകൊണ്ടാണ് ആ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 73 യൂസ് ചെയ്യുന്ന വാക്ക് സർക്കുലറും 76 യൂസ് ചെയ്യുന്ന വാക്ക് അഡ്വർടൈസ്മെന്റും. പ്രോസ്പെക്ടസ് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രോസ്പെക്ടസ് പബ്ലിക്കേഷൻ ഉള്ളതല്ലേ, അല്ലേ? അതുകൊണ്ട് പക്ഷെ കേൾക്കാൻ അതുപോലെ. അതുകൊണ്ട് ഞാൻ പറയാം, പ്രോസ്പെക്ടസ് പോലെയാണ് കമ്പനിയുടെ പ്രോസ്പെക്ട്സിനെ കുറിച്ചും, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച്, കമ്പനിയുടെ അസറ്റ്സിനെ കുറിച്ച്, കമ്പനിയുടെ ചാർജിനെ കുറിച്ച്, കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ച്, കമ്പനി ഡയറക്ടർമാരെ കുറിച്ച് എറൗണ്ട് പ്രോസ്പെക്ടസിലെ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഹിയർ വി ഓൺലി കോൾ ദാറ്റ് എ സർക്കുലർ. സോ യു ഹാവ് ടു ഇഷ്യൂ എ സർക്കുലർ ടു ദ മെമ്പേഴ്സ് stating having lot of information, especially the financial position of the company in form DPT1. ഇതിലൊരു ഫോർമാറ്റ് ഉണ്ട്. ഡെപ്പോസിറ്റ് ഫോംസ് എല്ലാം DPT ആണ്. DPT1. അവിടെ അഡ്വർടൈസ്മെന്റ് DPT1 ആണ്. ഇവിടെ സർക്കുലർ DPT1 ആണ്. കണ്ടീഷൻ നമ്പർ 2. കണ്ടീഷൻ നമ്പർ 3, ഈ DPT1ന്റെ കോപ്പി വന്നിട്ട് നിങ്ങൾ 30 ദിവസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ROCയിൽ ഫയൽ ചെയ്യണം. ഈ ഡെപ്പോസിറ്റിന്റെ സ്വീകരിക്കുന്ന ഈ സർക്കുലർ, ഇൻവിറ്റേഷൻ കം സർക്കുലറിനെ നമ്മൾ DPT1 ഫോർമാറ്റിൽ ROCയിൽ ഇത് ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഫയൽ ചെയ്യണം. കണ്ടീഷൻ നമ്പർ 4, 1, 2, 3, 4 ഈസ് എല്ലാ വർഷവും ഡെപ്പോസിറ്റ് സ്വീകരിച്ച് 73 സെക്ഷൻ 73 ഡെപ്പോസിറ്റ് സ്വീകരിച്ച് എല്ലാ വർഷവും ഏപ്രിൽ 30-ാം തീയതി
എല്ലാ വർഷവും ഏപ്രിൽ 30 അക്കൗണ്ടിംഗ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം ഏപ്രിൽ 30 ഓരോ വർഷവും മെച്യൂർ ആവാൻ പോകുന്ന അതാത് വർഷം മെച്യൂർ ആവാൻ പോകുന്ന ഡെപ്പോസിറ്റ്സിന്റെ 20% നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് മാറ്റിയിടണം. പ്രീത, എന്തിനാണ് ഇങ്ങനെ മാറ്റിയിടുന്നത്? നമ്മൾ എന്തിനാ എല്ലാ വർഷവും 20% ഇങ്ങനെ മാറ്റി ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടേക്കുന്നത്? അതിന്റെ പേര് കണ്ടോ? ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ട്. അത് മെച്ചൂർ ആകുമ്പോൾ തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു സുരക്ഷിതയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക അല്ലേ? അപ്പൊ ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ വർഷവും 20% ഇങ്ങനെ മാറ്റി വെക്കണം. കാരണം കമ്പനി അഥവാ ബിസിനസ് നിർത്തിയോ ലിക്വിഡേഷനിലോ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? RBI ഒക്കെ എടുത്ത് പൈസ കൊടുക്കും. അങ്ങനെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളൊരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും മെച്ചുവർ ആവുന്ന ഡെപ്പോസിറ്റ്സ് എമൗണ്ടിന്റെ 20% ഏപ്രിൽ 30 സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് നിങ്ങൾ മാറ്റിയിടുന്ന അക്കൗണ്ടിന്റെ പേര് കണ്ടോ? ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ട്. ഒരു സേഫ്റ്റി. 4ാമത്തെ കണ്ടീഷൻ. ലാസ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഓൾറെഡി മേടിച്ചിട്ടുള്ള എല്ലാ ഡെപ്പോസിറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായി തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഡിക്ലറേഷൻ കൂടെ നിങ്ങൾക്ക് മേടിച്ചു വെക്കാം. ഇനി ഡെപ്പോസിറ്റിന് നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ സെക്യൂർ ഡെപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി ക്രിയേഷനും കാര്യങ്ങളും കൂടെ ചെയ്യണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒന്നും ഫ്രീ അല്ല അല്ലെ? ചുമ്മാ മെമ്പർമാരൊന്നും കുറച്ച് പൈസ മേടിച്ച് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതൊന്നും പരിപാടി നടക്കത്തില്ല. അപ്പൊ സെക്ഷൻ 73 പ്രകാരം ബേസിക്കലി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി സ്പെഷ്യൽ ഇഷ്യൂ പാസ്സാക്കണം. RBIയുടെ റൂൾസ് റെഗുലേഷൻസും കംപ്ലൈ ചെയ്യണം. സർക്കുലർ ഇഷ്യൂ ചെയ്യണം. DPT 1 സർക്കുലർ ഇഷ്യൂ ചെയ്യണം. ആ സർക്കുലർ വന്നിട്ട് ROCയിൽ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് റിഡംഷൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ടിലോട്ട് ഓരോ വർഷവും 20% മെച്ചറാവുന്ന ഡെപ്പോസിറ്റിന്റെ 20% മാറ്റിയിടണം. അതിന് പുറമെ തന്നെ ഇതിനു മുമ്പ് മേടിച്ചിട്ടുള്ള ഒരു ഡെപ്പോസിറ്റിൽ തന്നെ ഡീഫോൾട്ട് വരുത്താൻ പാടില്ല. അതിനൊക്കെ പുറമെ ഇതൊരു സെക്യൂർ ഡെപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർ സെക്യൂരിറ്റി ക്രിയേറ്റ്. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം 73. ഈ 73 എന്ന് പറയുമ്പോൾ പബ്ലിക് കമ്പനിക്ക് ബാധകമാണ്. അത് സ്വാമിക്ക് മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായി. കാരണം പബ്ലിക് കമ്പനിക്ക് മെമ്പറിൽ നിന്നും മേടിക്കാം. അപ്പൊ പബ്ലിക് കമ്പനി മെമ്പറിൽ നിന്ന് മാത്രം മേടിക്കുകയാണെങ്കിൽ ഇത് അവർക്ക് ബാധകമാവും. മനസ്സിലായല്ലോ? അതാണ് അതിന്റെ അകത്തുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ചിലര് അതിനങ്ങ് മൈൻഡിൽ രണ്ടായിട്ടങ്ങ് പഠിക്കും. അങ്ങനെ രണ്ടായിട്ട് പഠിക്കണ്ട. 73 പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമാണ്. പക്ഷെ 76 എന്ന് പറയുന്നത് പ്രൈവറ്റിനും പബ്ലിക് കമ്പനിക്ക് മെമ്പറിൽ നിന്നും മേടിക്കാം. അതുപോലെ തന്നെ ഷെയർ ഹോൾഡറിന് പബ്ലിക്കിൽ നിന്ന് മേടിക്കാം. പബ്ലിക്കിൽ നിന്ന് മേടിക്കുന്നില്ല, മറിച്ച് മെമ്പറിൽ നിന്ന് മാത്രം മേടിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ഈ ലോയും നമ്മൾ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ല? അവിടെ സർക്കുലർ ആവുമല്ലോ, അഡ്വർടൈസ്മെന്റ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് മറക്കരുത്. യെസ്, ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അടുത്ത നിങ്ങൾ ഇനി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ് നോക്കുന്നത്. ഇനി പഠിക്കാൻ പോകുന്ന ഒരുതപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം 73ക്കും ആപ്ലിക്കബിൾ ആണ്, 76നും ആപ്ലിക്കബിൾ ആണ്. മറിച്ച് ഞാൻ പറയാത്ത പക്ഷം, മനസ്സിലായി, ചില ഏരിയയിൽ മറിച്ച് പറയും, മറിച്ച് പറയാത്ത പക്ഷം ഇത് രണ്ടുപേർക്കും കോമൺ ആയിട്ട് എന്താണ് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. എല്ലാവരും കുറച്ചേരം കൂടെ ഉള്ള ശ്രദ്ധിച്ചേക്കുക. ടൈം പീരീഡ് റൂൾ 3 മെച്യൂരിറ്റി പീരീഡ് ആണ് അടുത്ത് പറയുന്നത്. എത്ര പീരീഡിലേക്ക് മേടിക്കാം എന്നുള്ള എല്ലാവരും കെയർഫുൾ ആയിട്ട് കേൾക്കാം. വരച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. മിനിമം പീരീഡ് കുട്ടികളെ 6 മാസവും മാക്സിമം മെച്യൂരിറ്റി പീരീഡ് 36 മന്ത്സുമാണ്, അതായത് 3 വർഷം. അപ്പോൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള മിനിമം പീരീഡ് എന്ന് പറയുന്നത് 6 മാസവും മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 36 മന്ത്സ്. ഓക്കെ, അതിനർത്ഥം എന്താണ്? മിനിമം പീരീഡ് 6 മാസത്തേക്കെങ്കിലും നിങ്ങൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിരിക്കണം. എന്നാൽ മാക്സിമം നിങ്ങൾക്ക് 36 മാസം വരെ മാത്രമേ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനും പറ്റൂ. 3 വർഷം. അതാണ് മിനിമവും മാക്സിമം. ക്ലിയർ ആയോ? ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Now the question is with regarding to ഈ മിനിമവും മാക്സിമം ഉണ്ട്. മാക്സിമം ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല. 36 എന്ന് പറയുന്നത് ലോ ഫിക്സ്ഡ് ആണ്. 3 വർഷത്തേക്കോ 4 വർഷത്തേക്കോ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. പക്ഷെ താഴോട്ടുള്ള 6 മാസം എന്നുള്ളത് താഴോട്ടാക്കാം, അതായത് താഴോട്ട് ആക്കാം. അതിനെന്ത് ചെയ്യണം? കുട്ടികളെ താഴെ എഴുതിയിട്ടുണ്ട്, കണ്ടായിരുന്നു. എന്താണ്? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 മാസത്തേക്ക് ഡെപ്പോസിറ്റ് വിളിക്കും. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് മതി സൗമ്യ പൈസ, ഈ കമ്പനിക്ക് കുറച്ച് ദിവസത്തേക്ക് മതി. ഇതിന് മനസ്സിലായില്ലേ? 6 മാസം ഒന്നും വേണ്ട, ഞാൻ ഇപ്പം തിരിച്ചു തരാം.
പക്ഷെ ഇപ്പൊ നാളെ തിരിച്ചു കൊടുക്കാൻ പറ്റൂല. മിനിമം എത്രക്കെങ്കിലും മേടിച്ചിരിക്കണം? 3 മാസത്തേക്ക് മേടിച്ചിരിക്കണം. അങ്ങനെ മിനിമം താഴോട്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാൻ പോകുന്ന ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസർവ്സിന്റെയും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിന്റെയും 10% കൂടാൻ പാടില്ല. So I repeat again, the minimum period for which you have to accept deposit is 6 months and the maximum period which you can accept deposit is 36 months. Can you increase 36 months? No, there is no provision. But can you decrease the minimum period? Yes. എത്ര പോയിട്ട് പോവാം? 6 മാസത്തിന് വരെ എത്ര പോയിട്ട് പോവാം? 3 മാസം വരെ പോവാം. പക്ഷേ ആ 3 മാസം വരെ പോകുമ്പോൾ വേറൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. നിങ്ങൾ മേടിക്കുന്ന പബ്ലിക് ഡെപ്പോസിറ്റ് നിങ്ങളുടെ കമ്പനിയുടെ പെയ്ഡ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസർവ്സിന്റെയും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിന്റെയും 10% മുകളിൽ കൂടാനും പാടില്ല. സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? ആദ്യം ക്ലിയർ ആയോ? പിന്നെ ജോയിൻ നെയിം, കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ മെമ്പർഷിപ്പ് പറഞ്ഞ പോലെ ഇവിടെ അതുപോലെ പറ്റും. ഒരു കുറച്ച് ഡെപ്പോസിറ്റ് 3-4 പേര് ഒത്തിച്ച് മേടിക്കാം. അന്ന് പറഞ്ഞില്ല, അതിൽ ആദ്യത്തെ മെൻഷന്റെ പേര്, രണ്ടാമത്തെ മെൻഷന്റെ പേര് അതുപോലെയൊക്കെ വരാം. ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയാണ് ലിമിറ്റ്. നേരത്തെ പറഞ്ഞത് പീരീഡാണ്, ടെന്യൂറാണ്. ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് കുട്ടികളെ? നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റാണ്. ലിമിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പിക്ചോറിയൽ ഫോമിൽ, ഈ കഴിക്കുന്ന തിയറിക്ക് പകരം നമ്മൾ നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പിക്ചറായിട്ട് വരച്ചു, അല്ലെങ്കിൽ ഒരു ടേബിൾ. ഇത് തന്നെയാണ് മുകളിൽ കിടക്കുന്നത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളതിനെ ഇങ്ങനെ വളരെ രസകരമായ ഒരു ഫോർമാറ്റ്. എത്ര ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ലിമിറ്റാണ്. എത്ര വരെ അക്സെപ്റ്റ് ചെയ്യാം? എലിജിബിൾ കമ്പനി ആണെന്നുണ്ടെങ്കിൽ, എലിജിബിൾ കമ്പനിയാണ് ഏതാണ്? പബ്ലിക് കമ്പനിയാണ് അല്ലേ? മെമ്പർമാരിൽ നിന്നും കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസോഴ്സിന്റെയും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിന്റെയും 10% വരെ വേണ്ടി. എൻ്റെ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസോഴ്സും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 10% എന്ന് പറയുന്നത് 17 കോടി രൂപയാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പറിൽ നിന്നും 17 കോടി രൂപ പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും. പബ്ലിക്കിൽ നിന്നും 25% അക്സെപ്റ്റ് ചെയ്യും. അത് ഏത് സെക്ഷൻ? എലിജിബിൾ കമ്പനി എന്ന് പറയുമ്പോൾ ഏത് സെക്ഷനാണ് സൗമ്യ? 76. അടുത്തത് 73. മറ്റന്മാര് പ്രൈവറ്റ്, നോൺ എലിജിബിൾ കമ്പനി. ദാറ്റ് മീൻസ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിക്ക് മെമ്പേഴ്സിന് മാത്രമേ മേടിക്കാൻ പറ്റൂ. അതുകൊണ്ട് മെമ്പർമാരിൽ നിന്ന് 35% വരെ മേടിക്കാം. പബ്ലിക് പ്രൊഹിബിറ്റഡ് ആണ്. ഇനി ഗവൺമെന്റ് കമ്പനിക്ക് വേണ്ടി പ്രത്യേക ലോ ഉണ്ട്. ഗവൺമെന്റ് കമ്പനി എലിജിബിൾ ആണ് 76-ല്, പക്ഷേ മെമ്പറിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗവൺമെന്റ് കമ്പനിയുടെ മെമ്പർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഗവൺമെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പബ്ലിക്കിൽ നിന്നാണ് അവർ മേടിക്കുന്നത് 35%. ശരിക്കും സൗമ്യ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിലും 35 അല്ലേ? അതാണ് അതിന്റെ ലോയുടെ പ്രത്യേകത. ഇങ്ങനെ വേണം അത് പഠിക്കാൻ. ശരിക്കും അപ്പർ ലിമിറ്റ് 35 ആണ്. പക്ഷെ എലിജിബിൾ കമ്പനിക്ക് ആ 35-ൽ 10% മെമ്പറിൽ നിന്നും 25% പബ്ലിക്കിൽ നിന്നും മേടിക്കും. നോൺ എലിജിബിൾ കമ്പനിയായ 73 കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് മേടിക്കാനേ പറ്റത്തില്ല. അത് പ്രൊഹിബിറ്റഡ് ആണല്ലോ. അതുകൊണ്ട് മെമ്പറിൽ നിന്ന് എത്ര മേടിക്കാം? 35% മേടിക്കാം. ഗവൺമെന്റ് കമ്പനി എന്ന് വെച്ചാൽ ഗവൺമെന്റ് അല്ലേ ഷെയർ ഹോൾഡർ. അവർ മെമ്പർ എന്ന് ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് എങ്ങനെയാണ് മേടിക്കുന്നത്? അതുകൊണ്ട് മെമ്പർ എന്നൊരു കൺസെപ്റ്റ് അവിടെ ഉദിക്കുന്നില്ല. അതുകൊണ്ട് പബ്ലിക്കിൽ നിന്ന് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. 35% മേടിക്കാം. അപ്പോൾ എങ്ങോട്ട് കൂട്ടിയാലും ലിമിറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ പെയ്ഡ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസോഴ്സിന്റെയും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിന് 35% ആണ്. ഇത് ക്ലിയർ ആയാലോ അല്ലേ? സിമ്പിൾ അല്ലേ? ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഫീൽ വെരി ഹാപ്പി. ഇങ്ങനെ എഴുതിയില്ലായിരുന്നുകൊണ്ട് നമ്മളിട്ട് അങ്ങോട്ട് ഇതിനും പറഞ്ഞുകൊണ്ടിരിക്കും. സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. അത് സിമ്പിൾ. എലിജിബിൾ കമ്പനിക്ക് 35%, പക്ഷേ മെമ്പറിൽ നിന്നും 10%, പബ്ലിക്കിൽ നിന്നും 25%. നോൺ എലിജിബിൾ കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് മേടിക്കാനേ പറ്റില്ല. അതുകൊണ്ട് 35% മെമ്പറിൽ നിന്ന് മേടിക്കും. ഗവൺമെന്റ് കമ്പനിക്ക് മെമ്പർ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് അവിടെ നിന്ന് മേടിക്കാം 30% പബ്ലിക്കിൽ നിന്ന്. പ്രതിഭ എല്ലാവരും ക്ലിയർ ആണോ? പ്രദീപ്, സൗമ്യ, ആദിത്, പ്രീത്. So it's very interesting and very simple and very interesting. സോ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ ക്ലിയർ ആണ്. ഇതൊക്കെയാണ് പിള്ളേർ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടൊക്കെ പോകും, മനസ്സിലായില്ല. അതല്ല, അത് വളരെ കൺട്രോൾ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് കൺസെപ്റ്റ് ക്ലിയർ ആയി. ഈ കൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിലാണ് ഇപ്പോൾ എലിജിബിൾ കമ്പനി, നോൺ എലിജിബിൾ കമ്പനി എന്ന പ്രശ്നം. ഇവിടെയാണ് പ്രശ്നം. എലിജിബിൾ കമ്പനി എന്ന് വെച്ചാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. മെമ്പറിൽ നിന്ന് മേടിക്കാം, പബ്ലിക്കിൽ നിന്ന് മേടിക്കാം. മെമ്പറിൽ നിന്ന് 10% മേടിക്കാം, 25% പബ്ലിക്കിൽ നിന്ന് മേടിക്കും. നോൺ എലിജിബിൾ കമ്പനി എന്ന് വെച്ചാൽ സെക്ഷൻ 73 ആണ്. പബ്ലിക്കിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല, അത് പ്രൊഹിബിറ്റഡ് ആണ്. മെമ്പറിൽ നിന്ന് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. മെമ്പറിൽ നിന്ന് 35% മേടിക്കും.
സോ ഇറ്റ്സ് ക്ലിയർ. സോ ഞാൻ പറഞ്ഞു ഇന്നോ നാളെയോ ഇപ്പോൾ എഴുതാൻ പോകുന്ന ഡിസംബറിൽ എഴുതാൻ പോകുന്നവരാണെങ്കിൽ ടുഡേ ഓർ ടുമോറോ മോർണിംഗ് ഏർലി മോർണിംഗ് കഴിച്ച് പഠിക്കുക. ഒരിക്കൽ പഠിച്ചാൽ മതി, ജീവിതത്തിൽ മറക്കത്തില്ല കേട്ടോ. ആൻഡ് മെനി സ്റ്റുഡൻസ് ഡസ് നോട്ട് നോ 73 76 അറിഞ്ഞൂടാ. 73 വേറെ 76 വേറെ. ഇറലവൻ്റ് ഏരിയയൊക്കെ നമ്മൾ കുറച്ച് വിട്ടിട്ടുണ്ട്. കമ്മിങ് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ബ്രോക്കറേജ് എന്ന്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എത്ര ശതമാനം പലിശ കൊടുക്കണം. പിന്നെ ബ്രോക്കറേജ് ഫീ. ബ്രോക്കറേജ് എന്ന് വെച്ചാൽ ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ട് ഈ ബാങ്ക് പുതിയ കുറച്ച് ഏജൻസിനെ അപ്പോയിന്റ് ചെയ്യും. അവരാണ് ഈ ഡെപ്പോസിറ്റ് പിടിച്ചുകൊണ്ടുവരുന്നത് അല്ലെ. ഈ അങ്ങനെയാണല്ലോ പുതിയ ഇൻഷുറൻസിലും ബാങ്കിങ് സെക്ടറിലൊക്കെ ഡെപ്പോസിറ്റ് പിടിച്ചുകൊണ്ടുവരുന്ന ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ബ്രോക്കറേജ് കൊടുക്കും. പഠിക്കാൻ എളുപ്പമുണ്ട്. എന്തായാലും ദൈവം സഹായിച്ച് പെർസെൻറ്റേജ് പഠിക്കേണ്ട. കാരണം ലോയിൽ പറഞ്ഞിരിക്കുന്നത് NBFCക്ക് RBI എത്ര ശതമാനം പലിശ ചാർജ് ചെയ്യാമെന്നും എത്ര ശതമാനം ബ്രോക്കറേജ് ചാർജ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടോ അതാണ് ഇവിടുത്തെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ആ പെർസെൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ പലിശയ്ക്ക് എഴുതാൻ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അത് അമെൻഡ് ചെയ്തിട്ടുണ്ടോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് റിസ്ക് എടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇത്രയും അങ്ങ് പഠിച്ചാൽ മതി. എന്താണ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ബ്രോക്കറേജ്. You can charge those brokerage or those interest rate as prescribed by the RBI for NBFC. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്ക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എത്ര ശതമാനം പലിശയോ അതുപോലെ എത്ര ബ്രോക്കറേജ് കൊടുക്കാമോ ആ ശതമാനമാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആണെന്നാണ് പഠിക്കുന്നത്. അത്രയും. അപ്പോൾ ദർ ഇസ് നോ ടെൻഷൻ ഫോർ യു. ഓക്കെ, ഡോണ്ട് വറി, ഇറ്റ്സ് സിമ്പിൾ. ക്രെഡിറ്റ് റേറ്റിംഗ്. ഈ മേടിച്ച ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുമോ ഇല്ലേന്ന് ഉറപ്പാണ്. ഇതൊക്കെ റൂൾസിൽ കിടക്കുന്ന അഡീഷണൽ പ്രൊവിഷൻസ് ആണ് കേട്ടോ. ജസ്റ്റ് പോയിന്റുകൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ക്രെഡിറ്റ് റേറ്റിംഗ് അറിയാമല്ലോ. ഇന്ത്യയിൽ കെയർ, ക്രിസിൽ, ഇക്ര എന്ന് പറഞ്ഞ് ഒരുപാട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ഈ മേടിക്കുന്ന സ്ഥാപനം ഈ മേടിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കുമോ എന്ന് ഉറപ്പുവരുത്താനായിട്ട്, അവരെ ക്രെഡിറ്റ് വർത്തിനെസ് ഉറപ്പാക്കാനായിട്ട് എലിജിബിൾ കമ്പനികൾ എന്ത് ചെയ്യണം, ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ നിന്നും എന്ത് ചെയ്യണം, ക്രെഡിറ്റ് റേറ്റിംഗ് മേടിക്കണം. കേട്ടില്ലേ, AAA, AA, BB എന്നൊക്കെ പറഞ്ഞിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് കിട്ടും. ആ ക്രെഡിറ്റ് റേറ്റിംഗ് മേടിച്ചിട്ട് ആ റേറ്റിംഗിൻ്റെ കോപ്പി, അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ROCയിൽ DPT3 എന്ന ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫയൽ ചെയ്യണം. ബിക്കോസ് ROC want to make sure that you are not a അല്ലേ മുങ്ങിപ്പോകുന്ന കമ്പനിയല്ല, യുവർ ക്രെഡിറ്റ് വർത്തിനെസ് ഈസ് സ്ട്രോങ് എന്നറിയാൻ വേണ്ടി there is another compliance that you have to obtain credit rating from the approved credit rating agency. And that credit rating certificate you have to file with ROC in form DPT3. നേരത്തെ DPT1 form പറഞ്ഞു. DPT1 is applicable to a circular or advertisement. DPT3 is certificate of credit rating to be filed with ROC. അഡ്വർടൈസ്മെന്റ് കണ്ടന്റ് അഡ്വർടൈസ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ കണ്ടന്റ്സ് ഒന്ന് നോക്കി ഇവിടെ റീഡ് ഇട്ട് വെച്ചു കേട്ടോ. പ്ലീസ് പുട്ട് റീഡ്. സൗകര്യമുണ്ടെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് പ്രോസ്പെക്ടസ് പോലെ ഇരിക്കും. ഒരുപാട് കാർഡ് കയറണ്ടെന്ന് വെച്ചിട്ടാണ് അവിടെ റീഡ് ഇട്ട് വയ്ക്കുക. ഫോം DPT1 അവിടെ സർക്കുലർ ആയാലും 73 സർക്കുലറിനും 76 എന്താണ് അഡ്വർടൈസ്മെന്റും ഒരേ ഫോമാണ് DPT1. എന്തായാലും ഒരു കമ്പനിക്ക് രണ്ടും പറ്റത്തില്ലല്ലോ അല്ലേ, രണ്ട് കാറ്റഗറി കമ്പനിയാണല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ കണ്ടന്റ് ഒന്ന് ജസ്റ്റ് യു ക്യാൻ റീഡ് ഇറ്റ്. ഹൗ ടു റീപേ ഡെപ്പോസിറ്റ്. റീപേ ടെന്യൂറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എടുക്കുന്ന ഡെപ്പോസിറ്റ് അനുസരിച്ചിരിക്കും. നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്പോസിറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ 6 മാസത്തേക്കാണ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തെ തിരിച്ചു കൊടുക്കുക. 9 മാസമാണെങ്കിൽ 9, 1 വർഷം 9. അപ്പോൾ അത് ലോയ്ക്കൊന്നും പറയാനില്ല. ലോ എന്നേ പറയുന്നുള്ളൂ, മര്യാദയ്ക്ക് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കണം. ഇഷ്യൂ ചെയ്ത ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊടുക്കണം. യെസ്, ആവശ്യമില്ലാത്ത ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ എവിടെയോ 1-2 കാര്യങ്ങളുണ്ട്. ഇത് റൂളിലുള്ളതാണ്, അഡീഷണൽ പോയിന്റ്സ് ആണ്. വേണമെങ്കിൽ പഠിക്കാം. എങ്കിലും സാറ് ഈ ഏരിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെപ്പോസിറ്റ് ട്രസ്റ്റി. കുട്ടികളെ, ഈ എലിജിബിൾ കമ്പനീസ് പബ്ലിക്കിൽ നിന്നുമൊക്കെ ഇഷ്ടംപോലെ പൈസ മേടിച്ച് കൂട്ടുമ്പോഴേ ഈ 35%, 25% എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. മനസ്സിലായി, 1000 കോടി ക്യാപിറ്റൽ ഉള്ളൊരു കമ്പനിയാണെന്ന് വെച്ചോ, അതിന് 35% എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വലിയ എമൗണ്ട് ആയി അല്ലേ. അറൗണ്ട് മാത്തമെറ്റിക്സ് എനിക്ക് വലിയ പിടിയില്ല, എങ്കിൽ പോലും നിങ്ങൾ എന്നെ ആലോചിച്ചറിയാം, കംസ് ടു ക്രോർസ്. അപ്പോൾ ഇതൊക്കെ മേടിക്കുക എന്ന് പറയുന്നത്, ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ മേടിച്ച് ഇത്ര എമൗണ്ട് കളക്ട് ചെയ്യുന്നതൊക്കെ കൊള്ളാം. അപ്പം അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പാക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് ട്രസ്റ്റീസിനെ അപ്പോയിന്റ് ചെയ്യാൻ പറയുന്നു. അതായത് കമ്പനിയുമായിട്ട് ബന്ധമില്ലാത്ത, കമ്പനിയുടെ എംപ്ലോയി അല്ലാത്ത പ്രമുഖ കുറേ വ്യക്തികളെ വച്ചുകൊണ്ട് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ട്രസ്റ്റിനെയാണ് കുട്ടികളെ നമ്മൾ ഡെപ്പോസിറ്റ് ട്രസ്റ്റി എന്ന് പറയും. ഡിബഞ്ചറിലുണ്ട് അതുപോലെ തന്നെ കേട്ടോ. ഈ ഡെപ്പോസിറ്റ് ട്രസ്റ്റീസ് എന്ത് ചെയ്യണം, ഈ കമ്പനി കറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നുണ്ടോയെന്നും
അതിന്റെ പലിശ സമയത്തിന് തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് നോക്കുകയും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും, അതുമാത്രമല്ല സെക്യൂർഡ് ഡെപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ള കമ്പനിയുടെ അസറ്റ്സ് ഇൻടാക്ട് പ്രോപ്പറായിട്ട് അവിടെ ഉണ്ടെന്നും ഏതെങ്കിലും കാരണവശാൽ ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന്റെ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് എൻഷുർ ചെയ്യുന്ന ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു 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 ടീമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെപ്പോസിറ്റ് ട്രസ്റ്റി. അപ്പോ സെക്ഷൻ 76-ൽ ഡെപ്പോസിറ്റ് പബ്ലിക്കിൽ നിന്ന് സ്വീകരിക്കുന്ന എല്ലാ കമ്പനികളും മാൻഡേറ്ററി ആയിട്ട് ഡെപ്പോസിറ്റ് ട്രസ്റ്റീസ് അപ്പോയിന്റ് ചെയ്യും. അതൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യും. ഇതിന് മൊത്തം മേൽനോട്ടം കൊടുക്കുകയും ചെയ്യണം. പക്ഷേ ഈ ഡെപ്പോസിറ്റ് ട്രസ്റ്റീസ് കമ്പനിയുടെ എംപ്ലോയീസോ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാടുകളോ ഇല്ലാത്ത സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ കമ്പനി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്തില്ല, എന്തെങ്കിലും കാരണവശാൽ ഇൻട്രസ്റ്റ് സമയത്ത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് ആരെ സമീപിക്കാൻ സൗമ്യ? ആരടുത്ത് പോവാം? ആരടുത്ത് പരാതിയും കൊണ്ട് ആരടുത്ത് പോവാം? ട്രസ്റ്റീസിന് ഇത് പോവാം. ഉടനെ അവർ ഉടനെ തന്നെ കമ്പനിയുമായിട്ടൊക്കെ മാന്യമായിട്ടൊക്കെ സംസാരിച്ച് സെറ്റിൽ ചെയ്ത് കൊടുക്കും. ഇനി അഥവാ സെറ്റിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് മീറ്റിംഗ് വിളിച്ചു കൂട്ടും. പിന്നെ അറിയാലോ, സ്വാഭാവികമായിട്ടും നിയമ നടപടികളും ജപ്തിയും അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോകും. അങ്ങനെയൊക്കെ പോകില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, പക്ഷേ ലോ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കും. ഇത്രയും തോനെ പൈസ കളക്ട് ചെയ്യുന്നുണ്ട് തന്നെ ഈ ഡിബഞ്ചർ ഇതുപോലെ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ട്രസ്റ്റീസ് വച്ചിരിക്കണം. അതുപോലെയാണ് ഈ കൺസെപ്റ്റ്. ഓക്കെ, ഒന്ന് വായിച്ചു വിടുക. ഒരൊറ്റ പോയിന്റ് മറക്കരുത്. ഡിബഞ്ചർ ട്രസ്റ്റീസ് കമ്പനിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാവാൻ പാടില്ല, കമ്പനിയുടെ എംപ്ലോയീസ് ആയിരിക്കാൻ പാടില്ല, കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാട് കൊടുക്കുക, അതും കൂടെ അവരും കൂടെ ചേരും അല്ലെ, കമ്പനിയും കൂടെ ചേരും, അത് പാടില്ല. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അവരെ കൺസെന്റ് എടുത്തിരിക്കണം. പൊതുവെ കുറച്ച് പ്രമാണികളും ഒരു ചാർട്ടേഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻസ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വളരെ പേരൊക്കെ റെപ്യൂട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ട്രസ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പേഴ്സൺസ് ഹു കനോട്ട് ബി അപ്പോയിന്റഡ് ആസ് ഡിബഞ്ചർ ട്രസ്റ്റി, എ ഡയറക്ടർ ഓഫ് ദ കമ്പനി, എ KMP ഓഫ് ദ കമ്പനി, an employee of the company, കമ്പനിയുടെയോ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെയോ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെയോ കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയുടെയോ ഡയറക്ടർമാരെയോ KMPമാരെയോ എംപ്ലോയീസിനെയോ ഡെപ്പോസിറ്റ് ട്രസ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. അടുത്ത ആൾക്കാർ ഈസ് ഇൻഡപ്റ്റഡ് ടു കമ്പനി, അവനെ ഇവിടെ കടക്കാരനാണ് ഈ ട്രസ്റ്റി, പിന്നെ അവൻ നമ്മളെ കട നോക്കാൻ പോകുന്നത് അല്ലേ. അതുകൊണ്ട് ഒരിക്കലും കമ്പനിയുമായിട്ട് ഇൻഡപ്റ്റഡ് ഉള്ള ആളായിരിക്കാൻ പാടില്ല. അടുത്തതാണ് ഹാസ് ഇനി മെറ്റീരിയൽ പെക്യൂലർ റിലേഷൻ വിത്ത് കമ്പനി. പെക്യൂലർ എന്ന് വെച്ചാൽ സാമ്പത്തികം. കമ്പനിയുമായിട്ട്, നമ്മളെ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുകളും ഇല്ലാത്ത വ്യക്തികളായിരിക്കണം. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞ സ്വതന്ത്രനായിട്ടുള്ള, വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള, ഇതെല്ലാം നോക്കാനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള അത്തരം സ്വതന്ത്രരായിട്ടുള്ള കുറെ ആൾക്കാരെ വേണം നിങ്ങൾ ഡെപ്പോസിറ്റ് ട്രസ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട്. അത് മാൻഡേറ്ററി പ്രൊവിഷനാണ്. കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒരു റീഡിട്ട് വെച്ചേക്ക്. ഇവിടെ ഡ്യൂട്ടീസ് ഓഫ് ട്രസ്റ്റീസ്, ഒരു ഓട് പോകണ്ട, വേണമെങ്കിൽ ഒരു റീഡിട്ട് വെച്ചേക്ക് കേട്ടോ, മതി. ഒത്തിരി ഞാൻ നോമിനിയിലോട്ടൊന്നും പോകുന്നില്ല. അടുത്ത് രജിസ്റ്റർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുണ്ട്, രജിസ്റ്റർ ഓഫ് ഡെപ്പോസിറ്റ്. നിങ്ങൾ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് അതിൽ വച്ചിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന എല്ലാ കമ്പനികളും മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റേർഡ് ഓഫീസ് ഒരു രജിസ്റ്റർ ഓഫ് ഡെപ്പോസിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ രജിസ്റ്റർ ഓഫ് ഡെപ്പോസിറ്റ്സിൽ എന്തൊക്കെ എഴുതി വെക്കണം നോക്കാം. നെയിം, അഡ്രസ് ആൻഡ് പാൻ നമ്പർ ഓഫ് ഡെപ്പോസിറ്റേഴ്സ്, particulars of guardian in the case of minor, particulars of nominee, ഇയാളില്ലെങ്കിൽ നോമിനി ആരാണ്, deposit number, receipt number, date and amount of deposit, duration of deposit, എത്ര കാലത്തേക്ക് മേടിച്ചിരിക്കുന്നു, എത്ര ശതമാനം പലിശ, rate of interest, date of repayment of payment of interest, അതിന് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടോ, അതുപോലെ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസ്. അപ്പോൾ ഒന്നുകൂടി പറയാം, എല്ലാ കമ്പനികളും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികളും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. രജിസ്റ്റർ ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞ് അതിലെന്തൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടത് കുട്ടികളെ? നെയിം, അഡ്രസ് ആൻഡ് പാൻ നമ്പർ ഓഫ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ്. മൈനർ ആണെന്നുണ്ടെങ്കിൽ ഗാർഡിയന്റെ ഡീറ്റെയിൽസ്, എത്ര പലിശയാണ് ഈ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത്, എന്നാണ് ഡെപ്പോസിറ്റ് സ്വീകരിച്ചത്, ഓരോ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിനും നമ്പർ, ഡെപ്പോസിറ്റ് റിസിപ്റ്റ് നമ്പർ, റീപേയ്മെന്റ് 6 മാസമാണോ 10 മാസമാണോ 1 വർഷമാണോ റീപേയ്മെന്റ് പീരീഡ്, എന്ന് മേടിച്ചു, എന്ന് തിരിച്ചു കൊടുക്കണം, എത്ര പലിശ, അതുപോലെ പലിശ കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റ്, ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ചേക്കണം. ഓരോ ഡെപ്പോസിറ്റും തിരിച്ചടച്ച് തീർക്കുമ്പോഴും അവിടെ എന്ത് ചെയ്യും, നമ്മൾ പേര് എഴുതി
ഇത് അടച്ചു തീർത്തു, ക്ലോസ്ഡ് എന്ന് കണ്ടില്ലേ. KSFE-യിലൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് എത്തിച്ചടച്ചു എന്ന് പറഞ്ഞ് എഴുതില്ല, അതുപോലെ. കാരണം കടിച്ചാപ്പൊട്ടത്തെ മുകളിലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്നത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് അതും കൂടെ നമ്മൾ നോക്കും. കഴിഞ്ഞു. ഇനി ഒരു ഏരിയയുടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇതുകൂടെ നോക്കിയിട്ട് നിർത്താം. പ്രീ മെച്യൂർ റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്. എന്താണ് പ്രീ മെച്യൂർ റീപേയ്മെന്റ്? നമ്മൾ ഒരു വ്യക്തിയിൽ നിന്നും 1 വർഷത്തേക്ക് ആണ് ഡെപ്പോസിറ്റ് സ്വീകരിച്ചത്. 5 കോടി രൂപ 1 വർഷം. നിങ്ങൾക്കറിയാമല്ലോ, കമ്പനി ഡെപ്പോസിറ്റ് സ്വീകരിച്ച് പൈസ വെറുതെ വെച്ചിരിക്കുമല്ലോ. കമ്പനി വേറെ ഇൻവെസ്റ്റ് ചെയ്യും, കമ്പനി പുതിയ ക്യാപെക്സ് ഇൻവെസ്റ്റ് ചെയ്യും, പല കാര്യങ്ങളിൽ ഓപ്പെക്സിലോ ക്യാപെക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലേ? അതിനാണല്ലോ പൈസ സ്വീകരിച്ചത്. പക്ഷെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം വരും. 1 വർഷത്തേക്ക് ഇട്ടിട്ട് അയാൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു, എമർജൻസി വന്നു, അല്ലെങ്കിൽ ഒരു കല്യാണം വന്നു, അങ്ങനെ എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ പുള്ളി 6 മാസം ആയപ്പോൾ തന്നെ ഇത് തിരിച്ചു വേണമെന്ന്. അപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് കമ്പനീസ് ആക്ടിൽ പറയുന്നു, അങ്ങനെ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന മെച്യൂരിറ്റി പീരീഡിന് മുമ്പായിട്ട് ഒരു ഡെപ്പോസിറ്റ് ഹോൾഡർ നേരത്തെ വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ 1 വർഷത്തിന് പകരം 6 മാസം ആയി, 6 മാസം മുമ്പ് 6 മാസം ആയപ്പോഴേ ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെയാണ് നമ്മൾ പ്രീ മെച്യൂർ റീപേയ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയും. സോ പൈസയ്ക്ക് അത്യാവശ്യം വന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? 1% പലിശ കുറച്ചു കൊടുക്കും. ഈ ബാങ്ക് ലോൺ അടച്ചു തീർക്കുമ്പോൾ പ്രീ ക്ലോഷർ ചാർജ് ഒരു ചാർജ് ഉണ്ട്. അതുപോലെ ഇവിടെയും നമ്മൾ 1% ചാർജ് ചെയ്യും. 1% എങ്ങനെ ചാർജ് ചെയ്യും? പൈസ തിരിച്ചു കൊടുക്കുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ 6 മാസത്തെ ഫോർ എക്സാമ്പിൾ 12% പലിശക്കാണ് നമ്മൾ ഇയാൾക്ക് കൊടുത്തത്. അപ്പോൾ 1 വർഷത്തേക്കാണ് കൊടുത്തത്. അപ്പൊ ഈ 6 മാസത്തേക്ക് 12% പലിശ ഡ്യൂ ആയേ, അത് കൊടുക്കണമല്ലോ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും സൗമ്യ? അതിൽ നമ്മൾ എന്ത് ചെയ്യും? ആ 12% നിന്നും നമ്മൾ 1% കുറച്ചിട്ട് ബാക്കിയുള്ളത് അയാൾ കൊടുക്കും. ഇത് ഏറ്റവും രസം നമ്മൾ ഈ 1 വർഷവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ നേരെ മറിച്ച് 3 വർഷത്തെ കേസ് പറയുന്നത് വെച്ചു. 3 വർഷത്തേക്ക് ഒരാൾക്ക് ഡെപ്പോസിറ്റ് മേടിച്ചു, അയാള് 2.5 വർഷമായപ്പോൾ അയാൾ തിരിച്ചു വേണം. അങ്ങനെ ആകുമ്പോൾ എന്താ കുഴപ്പം? നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു വേണം, അല്ലേ? പലപ്പോഴായിട്ട്, അല്ലേ? 6 മാസത്തേക്ക് ഇരിക്കും, അല്ലെങ്കിൽ 1 വർഷം ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങോട്ട് കൊടുത്തു വേണം ഓൾറെഡി 12% വെച്ച്. അങ്ങനത്തെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? എത്ര ഇൻട്രസ്റ്റ് കൊടുത്തോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൽ 1% കുറച്ചിട്ട് 1% അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസയെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും. കാരണം കമ്പനിക്ക് നഷ്ടമല്ലേ, കമ്പനി ഇത് വേറെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയല്ലേ, ലെവലിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് സിമ്പിൾ ലോ ഈസ് ഇഫ് ദ കേസ് ഓഫ് എ പ്രീ മെച്യൂർ റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് under rule 615 of the company's deposit rules, the company is eligible to adjust or reduce the percentage of interest by 1%. ഇത് മറ്റുള്ള ബാങ്ക് ലോണും എല്ലാം അങ്ങനെ. നിങ്ങളൊരു ബാങ്ക്, ഇപ്പോൾ ഞാൻ എൻ്റെ ഹൗസിംഗ് ലോൺ ഇതുപോലെ കുറച്ച് നേരത്തെ അടച്ചിരിക്കും. നേരത്തെ അടച്ചിരിക്കുന്ന നഷ്ടമാണ്. കാരണം നേരത്തെ അടച്ചിരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പ്രീ ക്ലോഷർ ചാർജ് എന്നൊരു എമൗണ്ട് കൂടെ അടിച്ച് മനസ്സിലായി. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ക്ലിയറൻസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് എടുത്തത്. അപ്പോൾ വളരെ ലോബറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏരിയയും വിട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഏരിയ അറിയാമല്ലോ, കൂടുതലും ടേമം, പീരീഡ്, ഡെഫിനിഷൻ. നമ്മൾ ഇവിടെയൊക്കെ കൂടുതൽ കയറി കോൺസെൻട്രേറ്റ് ചെയ്യും. അവിടെയൊക്കെയാണ് പെർസെൻറ്റേജ്, ലിമിറ്റ്. പക്ഷെ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്നത് പ്രീമെച്യൂർ, രജിസ്റ്റർ, ഇങ്ങനെ കയറി ചോദിച്ചില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഒരു പറഞ്ഞ മനസ്സിലായില്ലേ? അത് പിള്ളേർ ഫോക്കസ് ചെയ്യാത്ത ഏരിയയിൽ കയറി ചോദിച്ചു. കാരണം ഡെപ്പോസിറ്റ് പഠിക്കുന്ന ഒരു മെയിനായി പഠിക്കുന്നത് ടെന്യൂർ പഠിക്കും, 6 മാസം 36 മാസം പഠിക്കും, അല്ലേ? അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കും. പെർസെൻറ്റേജ് പഠിക്കും, 35, 10, 25, 35 ഇത് പഠിക്കും. അപ്പോൾ ഡെഫിനിഷനും പഠിക്കും ചിലർ. പക്ഷെ ഇത് കയറി പഠിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, പഠിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? വളരെ ലോബറേറ്റ് നല്ലൊരു ഏരിയ, അല്ലേ? കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നല്ല ഏരിയയാണ്, പഠിക്കാൻ പറ്റും. കുറച്ചുകൂടി ഇന്നോവേറ്റീവായിട്ടും നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കി 73 പ്രൈവറ്റ് കമ്പനി മെമ്പറിന് മാത്രം, 76 എലിജിബിൾ പബ്ലിക് കമ്പനി, എല്ലാ പബ്ലിക് കമ്പനിയിലും എലിജിബിൾ പബ്ലിക് കമ്പനി, അത് മെമ്പറിൽ നിന്നും പബ്ലിക്കിൽ നിന്ന് മേടിക്കാം. മെമ്പറിൽ നിന്ന് മേടിക്കുമ്പോൾ ഇഷ്യൂ ചെയ്യേണ്ടത് സർക്കുലറാണ്, DPT ആണ്. മറ്റൊരു ഇഷ്യൂ അഡ്വർടൈസ്മെന്റാണ്, DPT ആണ്. അതിന് കണ്ടൻസ് ഒക്കെ ഒന്ന് ജനറലായിട്ടൊന്ന് വായിച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇന്നെന്തായാലും ഇനിയിപ്പോൾ 18 പോയിന്റ് പഠിച്ചു പറയാനുള്ള ഇത് കാണത്തില്ല. മണി ഇപ്പോൾ തന്നെ 8:30. നാളെ രാവിലെ അത് ചോദിക്കാം. അപ്പോൾ എല്ലാ കുട്ടികളും ഡെപ്പോസിറ്റ് ഡെഫിനിഷൻ പഠിക്കുക. അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ അത് ചോദിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. നാളെ അടുത്ത സെഷൻ നമ്മൾ ചാർജാണ്, അത് കുറച്ച് ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണ്. ആക്ച്വലി ഞാൻ എടുക്കുന്ന ഒരു രീതിയും അങ്ങനെയാണ്, മനസ്സിലായി. ഇത്തിരി കോൺസ്റ്റായിട്ടുള്ളതാണ് ഞാൻ ആദ്യമേ എടുത്തു പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളന്ന് തറവാവും, പേടിയൊക്കെ പോകും. പിന്നെ നമുക്ക് ലാസ്റ്റിൽ മറ്റു ബേസിക്സ് ഒക്കെ നോക്കാം.
ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കൂ. നല്ലയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ലയിൽ എന്ന് വെച്ചാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ സ്പെസിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നൗ ഇറ്റ്സ് യുവർ ജോബ് ടു സ്റ്റഡി ദിസ്. സോ ടുമോറോ മോർണിംഗ്, നെക്സ്റ്റ് ക്ലാസ് മോർണിംഗ്, ടുമോറോ മോർണിംഗ് യു ഹാവ് ടു ആദ്യം ഡെഫിനിഷൻ അറിയാലേ. ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് എക്സെപ്റ്റ് നിങ്ങൾ ഒന്ന് പോയിന്റ്സ് പറയണം. ഹെഡിങ്സ് മാത്രം മതി, ആ പോയിന്റ് മാത്രം മതി. 18 എണ്ണം ഉണ്ട്. അത് രാത്രി പ്രിപ്പയർ ചെയ്യുക. നാളെ രാവിലെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ യുവർ ടൈം. നാളെ രാവിലെ കാണാം. ഓക്കെ, താങ്ക് യു.